എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും നമസ്കാരം. ഗുഡ് ഈവനിങ് എവരിവൺ. നമ്മൾ എന്നും നടത്തി വരുന്ന, എല്ലാ ദിവസവും നമ്മൾ നടത്തി വരുന്ന GRD ഈവനിങ് വൈബിലേക്ക്, GRD ടീമിന്റെ, GRD അസോസിയേറ്റ്സ് നടത്തുന്ന ഈ വൈകുന്നേര വേളയിൽ സന്ധിക്കുന്ന ഒരു കൂട്ടായ്മ എല്ലാ ദിവസവും സൂമിൽ നമ്മൾ ഒത്തുകൂടാറുണ്ട്. അതുപോലെ ഇന്നും എല്ലാവരും വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. എല്ലാവരും ആ സമയത്തിനനുസരിച്ച് ഓരോരുത്തരായിട്ട് നമ്മുടെ സൂമിലേക്ക് കടന്നു വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. നമ്മുടെ മാസ്റ്റർ ജി പറയുന്ന പോലെ ലോകത്തിന്റെ നാനാ ഭാഗങ്ങളിൽ നിന്നും നമ്മുടെ പ്ലാൻ കേൾക്കാനും നമ്മുടെ പ്രൊജക്റ്റ് എന്താണെന്ന് അറിയാനും നമ്മളിലേക്ക് ഒരുപാട് പേര് വന്നുകൊണ്ടിരിക്കുന്നു. അപ്പോ എല്ലാവർക്കും ഹൃദയത്തിന്റെ അടിത്തട്ടിൽ നിന്ന് സ്വാഗതം പറയുകയാണ്. നമ്മുടെ ടീമിലേക്ക് വൺ ബൈ ആയിട്ട് ഓരോരുത്തർ എത്തിക്കൊണ്ടിരിക്കുകയാണ്. നമുക്ക് പതുക്കെ നമ്മുടെ പ്രോഗ്രാമിലേക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഇന്ന് നിങ്ങളിലേക്ക് സ്വതവേ ഞാൻ എന്നെ പരിചയപ്പെടുത്താം. എല്ലാവർക്കും അറിയാവുന്നതാണ്, എന്നാലും ഞാൻ എന്നെ പരിചയപ്പെടുത്താം. അതൊരു കടമ, അല്ലെങ്കിൽ ഒരു പ്രോഗ്രാമിന്റെ ആദ്യത്തെ ഒരു കടമ എന്നുള്ള രീതിയിൽ, ഒരു എന്താ പറയാ, രീതി എന്ന രീതിയിൽ അല്ലേ ഞാൻ എന്നെ പരിചയപ്പെടുത്തുന്നു. എൻ്റെ പേര് നജാഫ് എന്നാണ്. ഞാൻ കോഴിക്കോട് മലപ്പുറം ബോർഡറായിട്ടുള്ള കടലുണ്ടി നിവാസിയാണ്. സ്വദേശം കടലുണ്ടിയാണ്. ഓൾറെഡി ഒരു പ്രവാസിയും കൂടിയാണ്. 18 വർഷത്തോളമായിട്ട് പ്രവാസ ജീവിതം നയിക്കുന്ന വ്യക്തിയാണ്. ഇപ്പോൾ നാട്ടിലുണ്ട്. ഏകദേശം നമ്മുടെ അപ്പെക്സ് ആക്ട് എടുത്തിട്ട് ഏകദേശം 4 മാസത്തോളമായി. വളരെ വണ്ടർഫുള്ളായിട്ട് ബിസിനസ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അത്യാവശ്യം കുഴപ്പമില്ലാത്ത ടീം എല്ലാം എൻ്റെ കൂടെ അസോസിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇനിയും ഉയരങ്ങളിലേക്ക് എത്താൻ വേണ്ടി വളരെയധികം കഠിനാധ്വാനം ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഏകദേശം ഇന്ന് രാവിലെ കാലത്ത് ഇറങ്ങിയിട്ട് ഓൾറെഡി ഫീൽഡ് വർക്കായിരുന്നു. ഇപ്പൊ തിരിച്ചതാ ഒരു ഹാഫ് ആൻ അവർ ആവുന്നു വീട്ടിലെത്തി. ഏകദേശം കുളി കഴിഞ്ഞു, നമസ്കാരം കഴിഞ്ഞു, നമ്മുടെ മീറ്റിംഗിലേക്ക് വീണ്ടും നമ്മൾ ഓരോന്നും നമ്മുടെ അപ്പെക്സിന്റെ കൂടെ തന്നെ രാവിലെ നമ്മൾ അപ്പെക്സിലേക്ക് സ്റ്റാർട്ട് ചെയ്തു. നമ്മൾ ഡെഡിക്കേറ്റ് ആയിക്കൊണ്ടിരിക്കുക. അപ്പൊ അതേപോലെ തന്നെ നമ്മൾ എല്ലാവരും ഇതിലേക്ക് ഡെഡിക്കേറ്റ് ആവാൻ ശ്രമിക്കുക. സ്വാഭാവികമായിട്ടും നല്ലൊരു വരുമാനത്തിലേക്ക് നമ്മളെല്ലാവരും എത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഞാനും നമ്മുടെ ടീമും എല്ലാവരും നല്ലൊരു വരുമാനത്തിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ നമുക്ക് കൂടുതൽ കാര്യങ്ങൾ അറിയാൻ, നമ്മുടെ അപ്പെക്സ് ടോക്കൺ എന്താണെന്നും എങ്ങനെ ബിസിനസ് ചെയ്യണമെന്നും എന്താണ് ഡെഫി എന്നും എങ്ങനെ കോടികൾ സമ്പാദിക്കാമെന്നും ഒക്കെ. അപ്പോൾ നിങ്ങൾ ശരിക്കും കോടികളൊക്കെ സമ്പാദിക്കാം. വളരെ അർത്ഥവത്തായിട്ട് ചിന്തിച്ചാൽ കോടികളൊക്കെ സമ്പാദിക്കാൻ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. കാരണം അതിന് പറ്റിയ നല്ലൊരു പ്രൊജക്റ്റാണ് നമ്മുടെ കൈവെള്ളയിലുള്ളത്. അത് നമ്മൾ മനസ്സിലാക്കി അതിനെ വളരെ ലാളിത്യവും വളരെ അടിസ്ഥാനപരമായിട്ട് അതിനെ നല്ല അധ്വാനിച്ച് ഉള്ളോട്ട് ഡെപ്തിലേക്ക് ഇറങ്ങി ചെന്നാൽ മനസ്സിലാക്കി കഴിയും. അപ്പൊ തീർച്ചയായിട്ടും നമുക്ക് നമ്മുടെ പ്ലാനെ അവതരിപ്പിക്കാൻ നമ്മളിലേക്ക് എത്തിയത് നിങ്ങൾക്കെല്ലാം സുപരിചിതനായ നമ്മുടെ ഗ്രേറ്റ് ലീഡറായ നമ്മുടെ എല്ലാം ഗുരുജി ആയിട്ടുള്ള, ഏതെങ്കിലും നമ്മുടെ നെറ്റ്വർക്ക് മാർക്കറ്റിൽ തന്നെ ചാണക്യനെന്ന് അറിയപ്പെടേണ്ട നമ്മുടെ ഗ്രേറ്റ് ലീഡർ റഷീദ് അലി മാസ്റ്റർ മഞ്ചേരി. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, റഷീദ് അലി മാസ്റ്റർ മഞ്ചേരി എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാവുന്നതാണ്. അപ്പോൾ അദ്ദേഹത്തെ വളരെ സ്നേഹത്തോടെയും വളരെ സന്തോഷത്തോടെയും ആദരവോടുകൂടിയും നമ്മുടെ ഈ സൂമിന്റെ പ്രോഗ്രാമിലേക്ക്, നമ്മുടെ ഈ സ്ക്രീനിലേക്ക് നമ്മൾ അദ്ദേഹത്തെ സ്വാഗതം ചെയ്യുന്നു. പ്ലീസ് കം സ്ക്രീൻ റഷീദ് അലി മാസ്റ്റർ. താങ്ക് യു സാർ, താങ്ക് യു. കേൾക്കാമോ സാറേ? ക്ലിയർ ആണ്, സ്റ്റാർട്ട് ചെയ്തോളൂ. ക്ലിയർ ആണ്. താങ്ക് യു സാർ, താങ്ക് യു. നമ്മുടെ ഗ്രേറ്റ് ലീഡർ നമ്മുടെ പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്തു. പ്ലാൻ പ്രസന്റേഷന് വേണ്ടി എന്നെ ക്ഷണിച്ചിരിക്കുകയാണ്. അപ്പൊ എപ്പോഴും എന്നും നമ്മൾ പറയും പോലെ തന്നെ നമ്മുടെ പ്രോഗ്രാമില് നമ്മൾ ആദ്യമായി ചെയ്യാറ് ഒരു പ്രാർത്ഥനയാണ്, അല്ലെ? എല്ലാ കാര്യങ്ങളും ഐശ്വര്യപൂർണമാവാൻ, എല്ലാം മുസ്ലിങ്ങൾ പറയും പോലെ പറഞ്ഞാൽ ഒരു ബർക്കത്തുണ്ടാവാൻ വേണ്ടി നമുക്ക് ഒരു പ്രാർത്ഥന നിർവഹിച്ച് വരാം. നമ്മളൊക്കെ വിശ്വാസികളാണ്. നമുക്ക് നമ്മുടെ ദൈവത്തിൽ, നമ്മുടെ പടച്ച തമ്പുരാനിൽ ഒരു പ്രാർത്ഥന നിർവഹിച്ചുകൊണ്ട് നമുക്ക് ഐശ്വര്യമായി നമ്മുടെ പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യാം. എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന പ്രാർത്ഥനയോടുകൂടി നമ്മുടെ പ്രാർത്ഥന സ്റ്റാർട്ട് ചെയ്യുന്നു. സ്റ്റാർട്ട്.
ഓക്കെ, താങ്ക് യു ഓൾ. നമ്മുടെ പ്രോഗ്രാമില് ഓരോ സമയത്തും ആളുകൾ ഇങ്ങനെ കയറിക്കൊണ്ടിരിക്കും. ഞാൻ വെറുതെ പറയുന്ന സംഗതിയല്ല. രാജ്യത്തിന്റെ ലോകത്തിന്റെ നാനാഭാഗങ്ങളിൽ നിന്നും ആളുകൾ നമ്മുടെ പ്രോഗ്രാം കേൾക്കാൻ വേണ്ടി വന്നുകൊണ്ടിരിക്കുകയാണ്. കാരണം നമ്മുടെ ഈ പ്രോഗ്രാം റെക്കോർഡായി നാം യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യുന്നത് കൊണ്ട് തന്നെ എന്നെ നിരവധി ആളുകൾ വിളിക്കാറുണ്ട്, നിരവധി ആളുകൾ എനിക്ക് മെസ്സേജ് അയക്കാറുണ്ട്, നിരവധി ആളുകൾ എനിക്ക് വോയിസ് മെസ്സേജ് അയക്കാറുണ്ട്. അപ്പൊ പല ഭാഗത്തിൽ നിന്നാണ് എനിക്ക് ഇതേപോലെ മെസ്സേജുകൾ, കോളുകളൊക്കെ വരാറുള്ളത്. മാത്രമല്ല, അവര് നിങ്ങൾ എവിടെയാണെന്ന് ചോദിക്കുമ്പോൾ നമ്മോട് പറയാറുണ്ട്, അവര് ഇന്ന സ്ഥലത്ത് നിന്നാണ് വിളിക്കുന്നത്, നാട്ടിലല്ല എന്നൊക്കെ പറയാറുണ്ട്. മാത്രമല്ല, നമ്മുടെ ബിസിനസ് വേൾഡ് വൈഡ് ആയിട്ടുള്ള ഒരു ഓപ്പർച്യൂണിറ്റിയാണ് നമ്മളെ കയ്യിൽ കിട്ടിയിരിക്കുന്നത്. അപ്പൊ നമുക്ക് ഏതാനും ചില കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് നമുക്ക് വളരെ പെട്ടെന്ന് അവസാനിപ്പിക്കാം. ഏകദേശം 1 മണിക്കൂർ കൊണ്ട് നമുക്ക് കാര്യങ്ങൾ പറഞ്ഞ് അവസാനിപ്പിക്കാം. എന്തായിരുന്നാലും നമുക്കറിയാം, ഇത് എന്നും നമ്മൾ പറയുന്നുണ്ട്. അപ്പൊ ഓരോ ദിവസങ്ങളിലും ഓരോ ടോപ്പിക്കുമായിട്ടാണ് ഞാൻ നിങ്ങളെ മുമ്പിൽ, അല്ലെങ്കിൽ നമ്മുടെ ലീഡറൊക്കെ നമ്മളെ മുമ്പിൽ വരാറുള്ളത്. ഓരോ ദിവസം ഓരോ ടോപ്പിക്കാണ്. ഇതിനെക്കുറിച്ച് നമ്മൾ പഠിച്ച് പ്രിപ്പറേഷൻ നടത്തിക്കൊണ്ടാണ് നമ്മൾ വന്ന് സംസാരിക്കുന്നത്. അല്ലാതെ വായിൽ വരുന്നതൊക്കെ കോതക്ക് പാട്ട് എന്ന് പറഞ്ഞതുപോലെ നമ്മളെ വായിൽ തോന്നിയത് വിളിച്ചു പറയല്ല. കാരണം ഇത് റെക്കോർഡാണ്. ഇത് രാജ്യത്തിന്റെ, ലോകത്തിന്റെ നാനാഭാഗങ്ങളിൽ നിന്നും ആളുകൾ കാണും, കേൾക്കും എന്നൊക്കെ നമുക്കറിയാം. അതുകൊണ്ട് തന്നെ നമ്മുടെ അറിവിൽ, നമ്മുടെ പരിമിതമായ അറിവിലുള്ള കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞു തരുന്നത്. അതിൽ എന്തെങ്കിലും മിസ്റ്റേക്സുകൾ ഉണ്ടെങ്കിൽ ആരെങ്കിലും നമ്മളെ തിരുത്തിയാൽ നമ്മളത് തിരുത്താനും തയ്യാറാണ് എന്ന് മാത്രമാണ് ഈ അവസരത്തിൽ പറയാനുള്ളത്. നമ്മുടെ ലീഡർ MC ചെയ്തപ്പോ പറഞ്ഞതുപോലെ ഇന്നത്തെ മെസ്സേജ് കണ്ടപ്പം കുറെ ആളുകൾക്ക് ചിരി വന്നപ്പോ. എന്താ ചിരി അറിയോ? നിങ്ങൾക്ക് ഒരു കോടീശ്വരനാണോ, അല്ലെങ്കിൽ ഒരു 1 CR, 1 കോടി രൂപ വാങ്ങുന്ന ആളാവണോ? ഓക്കെ, അതാണ് ഒരു ടോപ്പിക്. മറ്റൊരു ടോപ്പിക് ഇല്ലെന്ന് എന്താണ്? 5 ലക്ഷം അപെക്സ് ടോക്കൺ വേണോ? അല്ലെ, 5 ലക്ഷം അപെക്സ് ടോക്കൺ വേണോ? അത് വേണമെന്നുള്ളവരാണ് ഈ മീറ്റിങ്ങിലേക്ക് വരേണ്ടത്. ഇവിടെ കൊടുക്കാൻ റെഡിയാ. കൊടുക്കാൻ റെഡി ഉണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? വാങ്ങാൻ റെഡി ആവണം. കൊടുക്കുന്ന കമ്പനിയാണ് അപെക്സ് ടോക്കൺ എന്ന കമ്പനി. അത് വാങ്ങാൻ നിങ്ങൾ തയ്യാറാണോ? അതിന്റെ ഓപ്പർച്യൂണിറ്റി, അതിന് അവസരം ഞങ്ങൾ പറഞ്ഞു തരും. വേണോ വേണ്ട നിങ്ങൾക്ക് തീരുമാനിക്കാം. ഓക്കെ, മറ്റൊരു കാര്യം നമ്മൾ എന്താ പറഞ്ഞത് അവിടെ? എന്താണ് അപെക്സ് ടോക്കൺ? അല്ലെ, അപ്പൊ നമുക്ക് അവിടുന്ന് സ്റ്റാർട്ട് ചെയ്യാം. എന്താണ് അപെക്സ് ടോക്കൺ? അല്ലെങ്കിൽ നമുക്കറിയാം, നമ്മൾ ഇപ്പോൾ ഒരു പുതിയ ലോകത്താണുള്ളത്, അല്ലെ? എല്ലാവർക്കും ഈ ഫീൽഡ് പരിചയം ഉണ്ടായിരിക്കണം എന്നില്ല. കാരണം ഇത് വലിയൊരു സമുദ്രമാണ്. ഞാൻ എപ്പോഴും പറയാറുണ്ട്, ഇതൊരു മേഖല, ഈ ഒരു മേഖല അധികം ആളുകൾക്ക് പരിചയം ഇല്ലാത്ത ഒരു മേഖലയാണ്. അതുകൊണ്ട് തന്നെ ഇതിന് നെഗറ്റീവ് നിറയെ ആളുകൾ പറയും. മാത്രമല്ല, ചിലപ്പോൾ നമ്മളെ ട്രോൾ ചെയ്തുകൊണ്ട്, നമ്മളെ പരിഹസിച്ചുകൊണ്ടൊക്കെ കുറെ ആളുകൾ വരും. നമ്മൾ അങ്ങനെ പരിഹാസത്തില് വീണു പോയിട്ട് ഈ പ്രോഗ്രാം നിർത്താനോ അല്ലെങ്കിൽ ഈ ബിസിനസ് നിർത്താനോ വന്നവരല്ല. ഞാൻ അതിന് വന്നവരല്ല. ഇന്നെ ആര് പരിഹസിച്ചാലും, ഇന്നെ ആര് ട്രോൾ ചെയ്താലും ഞാൻ അവർക്ക് ലൈക്ക് കൊടുക്കാൻ എന്റെ പതിവ്. ഞാന് ചില ആളുകളൊക്കെ എനിക്ക് ചിലപ്പോൾ വീഡിയോ ഒക്കെ അയച്ചു തരും. അപ്പൊ ഞാൻ അതിന് ഒരു ലൈക്ക് കൊടുക്കും. കാരണം എന്താ അറിയോ? നമ്മളെ ലൈക്കും കമന്റും കൊണ്ടാണ് ആ സാധുക്കൾ ജീവിച്ചു പോകുന്നത്, ഈ ട്രോളർമാരെ. അപ്പൊ അവര് മക്കൾക്കും വരി വാങ്ങണ്ടേ, അവർക്കും വയറ്റുപശുക്കുണ്ടല്ലോ, അപ്പൊ അത് നടന്നോട്ടെ എന്ന് എഴുതിയിട്ട് നമ്മളെ പോലത്തെ ആളുകൾ കാണുമ്പോൾ, അത് ലൈക്ക് അടിക്കുമ്പോഴൊക്കെയാണ് അവർക്ക് എന്ത് കിട്ടുന്നത്? ഇതിന്റെ പ്രോഫിറ്റ് കിട്ടുന്നത് യൂട്യൂബിൽ നിന്ന്. ആ നക്കാപ്പീച്ച, അവര് നക്കാപ്പീച്ചക്കാണ് നടക്കുന്നതെങ്കിൽ നമ്മൾ നടക്കുന്നത് കോടീശ്വരനാവാനാണ്. ഞാനൊരു കോടീശ്വരനാണ് എന്നാണ് എന്റെ മൈൻഡ് സെറ്റ്. ഞാനൊരു കോടീശ്വരനാണ്. നിങ്ങൾ കോടീശ്വരനാണോ കോടീശ്വരിയാണോ?
കോടീശ്വരന്റെ സംസാരം എന്റെ കയ്യിലുള്ളത്, എല്ലാ കാര്യങ്ങളും എന്റെ കോടീശ്വരന്റെ മനസ്ഥിതിയാണ്. അത് നിങ്ങൾക്ക് അങ്ങനെ ഒരു മൈൻഡ് സെറ്റ് നിങ്ങൾ ഉണ്ടാക്കിയെടുത്താൽ മാത്രമേ നിങ്ങൾക്ക് കോടീശ്വരനാകാൻ കഴിയുള്ളൂ. അല്ലാതെ നിങ്ങൾക്ക് വെറുതെ അങ്ങ് കോടീശ്വരനാവാൻ കഴിയൊന്നുമില്ല. അല്ലെ? ഞാൻ ഇന്ന് എന്റെ ഗ്രൂപ്പില്, അതുപോലെ കമ്മ്യൂണിറ്റി ഗ്രൂപ്പ് വീഡിയോ കണ്ടിരിക്കും. സിമ്പിൾ ഉള്ളൂ. അതൊക്കെ നമുക്ക് പറഞ്ഞു പറയാം. എങ്ങനെ കോടീശ്വരനാവാം, എങ്ങനെ നമുക്ക് 1 CR വാങ്ങാം. വളരെ സിമ്പിൾ സംഗതിയുള്ളൂ. തരാനുള്ള വലിയൊരു കമ്പനി, ഒരു ഓപ്പർച്യൂണിറ്റി, ഒരു അവസരം നമ്മളെ കയ്യിൽ കിട്ടിയിട്ടുണ്ട്. അതിനെ യൂട്ടിലൈസ് ചെയ്യേണ്ട നമുക്കാണുള്ളത്. നിങ്ങൾക്ക് എന്ത് വേണം, വാട്ട് യു വാണ്ട്, നിങ്ങൾക്ക് എന്താ വേണ്ടത് നിങ്ങൾ തീരുമാനിക്കുക. എനിക്ക് വേണ്ടത് ഞാൻ തീരുമാനിച്ചിട്ടുണ്ട്. മാഷ് സിഗ്നൽ പ്രോബ്ലം കൊണ്ട് മാഷ് ലെഫ്റ്റ് ആയിട്ടുണ്ട് എനിക്ക് തോന്നുന്നത്. മാഷ് ഇപ്പം ജോയിൻ ചെയ്യും. എന്തായാലും നമുക്കൊന്ന് കാത്തിരിക്കാം. മാഷിക്ക് അവിടെ സിഗ്നൽ പ്രോബ്ലം ഉണ്ടോന്നുണ്ട്. ഓക്കെ, വന്നിട്ടുണ്ട് മാഷ്. ഓക്കെ, ഈ നേരായി കഴിഞ്ഞാലേ കോളുകൾ കൊണ്ട് കോളേക്കാരം പല ഭാഗത്തും കോളുകൾ വിളിക്കും പല ആളുകൾ. അപ്പൊ അതുകൊണ്ടാണ് ചില സന്ദർഭത്തില് ഞാൻ ഔട്ടായി പോകുന്നത്. സോറി, ക്ഷമിക്കാം കേട്ടോ. അപ്പൊ നമ്മൾ ചെറിയൊരു ഇൻട്രൊഡക്ഷൻ തന്നുകൊണ്ട് നമുക്ക് നമ്മുടെ പ്ലാനിലേക്ക് വരാം. നമുക്കറിയാം, ഒരു ജാപ്പാൻ സ്വദേശിയായ സതോഷി നാഗോമോട്ടോ എന്ന് പറയുന്ന ഒരു വ്യക്തിയാണ് 2008 ഈ ക്രിപ്റ്റോ എന്ന ഒരു കോൺസെപ്റ്റിന് തുടക്കം കുറിച്ചത്. ഇതൊരു വ്യക്തിയാണെന്നും ഒരു സമൂഹമാണെന്നും ഒരു കൂട്ടമാണെന്നൊക്കെ അഭിപ്രായമുണ്ട്. എന്തായിരിക്കട്ടെ, 2008 ഇതിന് തുടക്കം കുറിച്ചത്. ക്രിപ്റ്റോ എന്ന് പറഞ്ഞാൽ അത് വലിയൊരു ലോകമാണ്. ഫോം ഓഫ് മണി എന്ന് അതിനെ പറ്റി പറയാം. ക്രിപ്റ്റോനെ കുറിച്ച് പറയുമ്പോൾ പറയാം ഫോം ഓഫ് മണി എന്നാണ് പറയാം. എന്താണ് ക്രിപ്റ്റോ? ക്രിപ്റ്റോ എന്ന് പറഞ്ഞാൽ ഒരു ഇലക്ട്രോണിക് വെർച്വൽ പണമാണ്. ഇലക്ട്രോണിക് വെർച്വൽ പണമാണ് എന്ത്? ക്രിപ്റ്റോ. അതായത് കമ്പ്യൂട്ടറിൽ ഗണനം ചെയ്തെടുക്കുന്ന ഡിജിറ്റൽ കറൻസിയാണ് ക്രിപ്റ്റോ. മനസ്സിലായോ? അപ്പൊ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും, ഇത് രാജ്യത്ത് വന്നപ്പോഴേ ആ രാജ്യത്തിന്റെ സാമ്പത്തിക മാന്യത്തിൽ നിന്നും ആ രാജ്യത്തിനെ കരകയറ്റാൻ കഴിഞ്ഞു എന്നാണ് ക്രിപ്റ്റോന്റെ ഏറ്റവും വലിയ പ്രത്യേകത. അപ്പൊ നമുക്കറിയാം, എപ്പോഴും അമേരിക്ക വളരെയധികം സാമ്പത്തിക പ്രതിസന്ധിയിലാണ് അല്ലെ? ഈ സാമ്പത്തിക പ്രതിസന്ധി കരകയറ്റാൻ വേണ്ടി, അതിൽ നിന്നും ആ സാമ്പത്തിക മാന്യത്തിൽ നിന്നും ആ രാജ്യത്തെ രക്ഷപ്പെടുത്താൻ വേണ്ടി തെരഞ്ഞെടുപ്പ് അമേരിക്കയിൽ വന്നപ്പോൾ ട്രംപ് വെച്ച സംഗതിയാണെന്ത്? ഞാൻ അധികാരത്തിൽ വന്നാല് ക്രിപ്റ്റോയില് അദ്ദേഹം രാജ്യത്തിന്റെ ആ എമൗണ്ട് അവിടെ ഇൻവെസ്റ്റ് ചെയ്യും, അല്ലെങ്കിൽ ക്രിപ്റ്റോക്ക് ഞാൻ എല്ലാവിധ പ്രാധാന്യവും കൊടുക്കും അല്ലെ? അതുകൊണ്ട് തന്നെ ഇപ്പൊ എന്തുണ്ടായി ഇവിടെ? ക്രിപ്റ്റോയിൽ ഏറ്റവും രാജാവായ ബിറ്റ്കോയിനിൽ നിന്ന് ആളുകളെ അല്ലെങ്കിൽ ലോകത്തെ ഞെട്ടിച്ചുകൊണ്ട് കുതിച്ചുചാട്ടം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അത് നമുക്ക് ഇവിടെ മനസ്സിലാക്കാൻ കഴിയും. അതായത് 2009 ഈ 2009 ഈ ബിറ്റ്കോയിന് വന്ന സമയത്ത് നമ്മുടെ നാട്ടിലെ ക്യാഷ് പറയുകയാണെങ്കിൽ ബിറ്റ്കോയിന് 9 പൈസ ഉള്ളൂ. നമ്മൾ മനസ്സിലാക്കണം. അതായത് $0.00099 ആയിരുന്നു അതിന്റെ മൂല്യം, ബിറ്റ്കോയിന്റെ മൂല്യം. അതായത് നമ്മുടെ രാജ്യത്ത് ഇന്ത്യയിലെ കണക്ക് പറയുകയാണെങ്കിൽ 9 പൈസ ഇനി 2009 ബിറ്റ്കോയിന് വന്നപ്പോ അതിന്റെ മൂല്യം. നിങ്ങൾ ആലോചിച്ച് നോക്കി, ഇന്ന് എന്താണ് അതിന്റെ റേറ്റ്? 1 ലക്ഷത്തിന് മുകളിലാണ്. സോറി, 1 കോടിക്ക് മുകളിലാണ്. 1 CR
അതാണ് പിന്നെ ട്രംപ് പറഞ്ഞത്. ട്രംപ് ഇപ്പൊ പറയുന്നു 1.25 കോടി. നിങ്ങൾ മനസ്സിലാക്കണം, ഇത് 1.25 കോടി. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, 2009 കുറച്ച് ബിറ്റ് കോയിന് വാങ്ങി വെച്ചൊരു വ്യക്തി ഉണ്ടെങ്കിൽ ഇന്ന് ഓന്റെയൊക്കെ ആസ്തി എത്ര നിങ്ങൾ മനസ്സിലാക്കണേ. അതുപോലെ തന്നെ 2014 എതേറിയം ഇവിടെ വന്നു അല്ലേ? ഈ ബിറ്റ് കോയിൻ വന്നപ്പോൾ കുറെ ആൾക്കാർ ചിരിച്ചു പരിഹസിച്ചു, എതേറിയം വന്നപ്പോഴും അല്ലെ. അന്ന് എതേറിയം 2014 വരുമ്പോ 18 രൂപയായിരുന്നു അതിന്റെ വില. ഇന്ന് എന്താ വില? ഇന്ന് 25.76 മുകളിലാണ്. അപ്പൊ അന്ന് കുറച്ച് എതേറിയം വാങ്ങി വെച്ചിരുന്നു എങ്കിൽ നിങ്ങൾ ആലോചിച്ച് നോക്കിയിരുന്ന അവൻ ആരായിരിക്കുന്നു. ഇനി അതൊക്കെ പോട്ടെ, 2017 ബിനാൻസ് വന്നു അല്ലെ? ഈ ബിനാൻസ് വന്നപ്പോ എത്രയും രൂപ? 10 രൂപയായിരുന്നു ബിനാൻസ്. ഇന്നോ? ഇന്ന് 62,000 75,000 മുകളിലാണ്, അല്ലെങ്കിൽ മിനിമം ഒരു 52,000 മുകളിലാണ് അതിന്റെ മൂല്യം ഉള്ളത്. അതായത് നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, 15 വർഷം പിന്നിട്ടപ്പോൾ ബിറ്റ്കോയിന്റെ മൂല്യം $1,00,000, അതായത് 1 കോടി രൂപക്ക് മുകളിൽ പോയി. നന്നായി നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യമാണത്. 15 വർഷം പിന്നിട്ടപ്പോൾ ബിറ്റ്കോയിന്റെ മൂല്യം എന്തായി? $1,00,000. $1,00,000 എന്ന് പറഞ്ഞാൽ ഇന്ത്യൻ രൂപ പറയുമ്പോൾ 1 കോടിക്ക് മുകളിലായി പോയി. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കുക, നമ്മളെ കയ്യിൽ കിട്ടിയ അപെക്സി എന്നൊരു ഓപ്പർച്യൂണിറ്റി എത്ര വലുതാണ്. ഇനി എല്ലാ കോയിന്റെയും അവസ്ഥ ഇത് തന്നെയാണ്. നമുക്കറിയാം, ഇന്ന് ടോപ്പ് 10 നിൽക്കുന്ന കുറെ കോയിൻ ഉണ്ട്. ടോപ്പ് 10 നിൽക്കുന്ന കുറെ കോയിന്, അതിൽപ്പെട്ട ഒരു ഏറ്റവും രാജാവ്, മുകളിൽ ഏറ്റവും ടോപ്പിൽ നിൽക്കുന്ന ബിറ്റ് കോയിനാണ്. അത് കഴിഞ്ഞാൽ എതേറിയാണ്, അത് കഴിഞ്ഞാൽ ഡെതറാണ്, അതായത് USDT. അതുപോലെ തന്നെ XRP, അതുപോലെ BNP, സൊലാന, ഡോജ്, അതുപോലെ USDC, കാർഡാനോ, ട്രോൺ, അതായത് DRX. കാർഡാനോ എന്ന് പറഞ്ഞാൽ ADA, ട്രോൺ എന്നാൽ DRX. ഈ 10 കോയിനാണ് ടോപ്പ് 10 നിൽക്കുന്നത്. അപ്പൊ നമ്മളെ ബിസിനസ് നിങ്ങൾ മനസ്സിലാക്കണം എവിടെയാണ് നടക്കുന്നത് എന്നൊക്കെ നമ്മൾ ലീഡർ 2 ദിവസം മുമ്പ് വളരെ വിശദമായിട്ട് അദ്ദേഹം പറഞ്ഞിട്ടുണ്ടായിരുന്നു. നിങ്ങളൊക്കെ അത് നോട്ട് ചെയ്ത് വെച്ചിക്കണോ എന്ന് എനിക്കറിയില്ല. നോട്ട് ചെയ്ത് വെക്കണം. ഞാൻ ആരെ ക്ലാസ് നോക്കുകയാണെങ്കിലും ഏത് യാത്രയിലാണെങ്കിലും ഞാൻ വണ്ടി അവിടെ സ്റ്റോപ്പ് ചെയ്ത് ഞാനത് കേൾക്കും, നോട്ട് ചെയ്യാറുണ്ട്. എന്റെ പതിവ് അതാണ്. അപ്പൊ ഇത്രയും ടോപ്പ് 10 നിൽക്കുന്ന ഈ കോയിൻസുകൾ, ഈ ടോപ്പ് 10 നിൽക്കുന്ന കോയിൻസുകളാണ് ഞാൻ ഈ പറഞ്ഞത്. മനസ്സിലായോ? നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, നമ്മുടെ ഗുജറാത്തിലെ ഒരു ചെറിയ ഒരു സ്ഥലമാണ് ബോട്ടാദ് അല്ലെ? ബോട്ടാദ് എന്നൊരു പട്ടണം, ചെറിയൊരു പട്ടണമാണ് ഗുജറാത്തില്. ഇന്ന് ആ ബോട്ടാദ് ഇന്ന് ലോക പ്രശസ്തി ആർജിച്ചു. എന്തുകൊണ്ടാണ്? ഇന്ന് വാർത്തകളിൽ നിറസാന്നിധ്യമാണ് ഗുജറാത്തിലെ ചെറിയ പട്ടണമായ ബോട്ടാദ്. എന്തുകൊണ്ടാണ്? അത് ക്രിപ്റ്റോ നിക്ഷേപങ്ങൾ ഏറ്റവും കൂടുതൽ ക്രിപ്റ്റോ ആളുകൾ, നിക്ഷേപമുള്ള ആളുകളുള്ള ഒരു പ്രദേശമാണ് അത്. ക്രിപ്റ്റോയിൽ ഏറ്റവും കൂടുതൽ ആളുകളുള്ള പ്രദേശമാണ് ബോട്ടാദ്. മനസ്സിലായോ? അതായത് ഇന്ത്യയിലെ ക്രിപ്റ്റോ നിക്ഷേപത്തിന്റെ 75% നിക്ഷേപം നടത്തുന്നത്, നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, 35 വയസ്സിന് താഴെയുള്ളവരാണ്. 75% നിക്ഷേപം ക്രിപ്റ്റോയിൽ നടത്തുന്നത് ഇന്നെപ്പോലെ 20 വയസ്സും 21 വയസ്സും ആയവരല്ല, 35 വയസ്സിന് താഴെയുള്ളവരാണ്. നിങ്ങൾ പ്രത്യേകം മനസ്സിലാക്കുക. അതായത് എന്തിനാണ് ഇത് വന്നത്? നിലവിലെ സാമ്പത്തിക രീതിയുടെ പോരായ്മകൾ പരിഹരിക്കുന്നതിനാണ് ക്രിപ്റ്റോ വന്നത്. അതായത് രാജ്യത്തുള്ള സാമ്പത്തിക മാന്ദ്യം പരിഹരിക്കണമെങ്കിൽ ക്രിപ്റ്റോ ആവശ്യമാണ്. പക്ഷെ ഇവിടെ ഭരണകർത്താക്കൾ ഭയപ്പെടുന്ന ഒരു കാര്യമുണ്ട്. എന്താ കാര്യം? ക്രിപ്റ്റോ വന്നാൽ എന്താ, ക്രിപ്റ്റോനെ നിയന്ത്രിക്കാൻ ആരുമില്ല. സാധാരണ ഞാനിതിന് 2 ദിവസം മുമ്പ് പറഞ്ഞു, നമ്മള് ബാങ്കുകൾ അല്ലെ, നമ്മള് ബാങ്കിൽ അക്കൗണ്ട് ഉള്ള ആളുകളുടെ ട്രാൻസാക്ഷൻ ഒരു ലെഡ്ജറിലെ കൊണ്ടുവരിക. ഒരു ലെഡ്ജറിൽ, ഈ ലെഡ്ജറിൽ ആവുമ്പോ എന്തുണ്ടാവും? ഒരു
ഹാക്ക് ചെയ്താൽ ഫുള്ള് ഡീറ്റെയിൽസ് അവിടുന്ന് പോകും. നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം അതാ. എന്നാൽ എന്തുണ്ട്, അതെന്താ കാരണം? നിങ്ങള് ബാങ്കുകളൊക്കെ സെൻട്രലൈസ്ഡ് ആണ്. അതായത് ഞാന് എൻ്റെ അടുത്തുള്ള ഒരു 100 രൂപ ജിനു സാറ് ഞാൻ ട്രാൻസാക്ഷൻ ചെയ്യാന്ന് വെച്ചോളൂ. ഇത് എന്റെ ക്യാഷ് എന്റെ അക്കൗണ്ടിൽ നിന്ന് ജിനു സാറിന്റെ അക്കൗണ്ടിലേക്ക് പോകണമെങ്കിൽ ഒരു തേർഡ് പാർട്ടിനോട് ആവശ്യമുണ്ട്. ആ തേർഡ് പാർട്ടിയാണ് ഈ ബാങ്ക്. അതുകൊണ്ട് തന്നെ ബാങ്ക് എന്താണ്? സെൻട്രലൈസ്ഡ് ആണ്. എന്നാൽ ക്രിപ്റ്റോ ആണെങ്കിലോ, ക്രിപ്റ്റോ ഡീസെൻട്രലൈസ്ഡ്. അതായത് നമ്മൾ ബാങ്കിലെ അക്കൗണ്ട് ഉള്ളവരുടെ ട്രാൻസാക്ഷൻ നടത്തുന്ന ഒരു ലെഡ്ജറിന, ആ ഒരു ലെഡ്ജർ ബാങ്ക് ഒന്ന് ഹാക്ക് ചെയ്താൽ ഫുള്ള് അവിടുന്ന് ഹാക്കർമാര് അടിച്ചിട്ട് പോകും. എന്നാൽ ഇവിടെയോ, ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, ഇവിടെ ഈ ബ്ലോക്ക് ചെയിൻ ഉള്ളത് കൊണ്ട് എന്ത് ചെയ്യാൻ പറ്റൂല, ഇവിടെ ഹാക്കർമാർക്ക് ഹാക്ക് ചെയ്യാൻ കഴിയൂല. ഇനി ഹാക്ക് ചെയ്യണമെങ്കിൽ എന്ത് വേണം? എല്ലാരെ കമ്പ്യൂട്ടറിലും എന്ത് ചെയ്യണം? ഹാക്ക് ചെയ്യാൻ കഴിയണം. അതൊരിക്കലും കഴിയൂല. ഞാൻ പറഞ്ഞു, അങ്ങനെ ഒരു വികേന്ദ്രീകൃത ഡിജിറ്റൽ ലെഡ്ജർ ആണ് ഇതിനുള്ളത്. വികേന്ദ്രീകൃത ഡിജിറ്റൽ ലെഡ്ജർ. ബാങ്കിനുള്ളത് അങ്ങനെയല്ല, കേന്ദ്രീകൃത ലെഡ്ജറാ. അതാണ് മനസ്സിലാക്കേണ്ട കാര്യം. ബാങ്കും ക്രിപ്റ്റോയും തമ്മിൽ വ്യത്യാസത. ബാങ്കിന്റെ കാര്യങ്ങൾ നേരത്തെ കേന്ദ്രീകൃത ഒരു ആളുകൾ, അതായത് RBI അല്ലെ, ആ ബാങ്കിന്റെ ഹെഡാണ് നിയന്ത്രിക്കണേ. എന്നാൽ ഇവിടെ എന്തില്ല. അപ്പോ ഹാക്ക് ചെയ്യാൻ അവിടെ എളുപ്പമാണ്. എന്നാൽ ഇവിടെ എന്തില്ല, വികേന്ദ്രിക ഡിജിറ്റൽ ലെഡ്ജർ ആയതുകൊണ്ട് ഈ ബ്ലോക്ക് ചെയിൻ അങ്ങനെ ആർക്കും ഹാക്ക് ചെയ്യാൻ കഴിയൂല. ഹാക്ക് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണം? എല്ലാ കമ്പ്യൂട്ടറിനും ഇത് ഹാക്ക് ചെയ്യാൻ കഴിയണം. കാരണം എന്താണ്? ഒരു ട്രാൻസാക്ഷൻ നടത്തിയാൽ ഇതുമായി ബന്ധമുള്ള എല്ലാ കമ്പ്യൂട്ടറിലും എല്ലാ സൈറ്റിലും ഇത് കാണുന്നില്ലതാണ്. അപ്പൊ എല്ലാ കമ്പ്യൂട്ടറുകളും ഒരു സമയത്ത് ഹാക്ക് ചെയ്യാൻ ഹാക്കർമാർക്ക് കഴിയൂല. അതാണ് ഈ ക്രിപ്റ്റോ. പക്ഷെ ഞാൻ പറഞ്ഞതുപോലെ ഇവിടെ ഭരണകൂടം ഭയപ്പെടുന്ന എന്താ കാര്യങ്ങള്, ഇങ്ങനെ ഈ ക്രിപ്റ്റോയുടെ വന്നു കഴിഞ്ഞാല് ഇവിടെ കുറെ കള്ളപ്പണം ഒളിപ്പിക്കും, അതുപോലെ തീവ്രവാദ പ്രവർത്തനം നടത്തും. ഈ ഞൊണ്ടി ന്യായങ്ങൾ പറഞ്ഞുകൊണ്ടാണ് ഗവൺമെന്റുകള് ഈ ക്രിപ്റ്റോയെ പിന്നോട്ടടിപ്പിക്കുന്നത്. പക്ഷെ എന്തായിരുന്നാലും വേണ്ടിയില്ല. ഇപ്പം അത് ആദ്യം RBI നിരോധനം ഏർപ്പെടുത്തിയെങ്കിലും അത് കോടതി ഇടപെട്ടുകൊണ്ട് ഇപ്പൊ ക്രിപ്റ്റോ നമ്മുടെ രാജ്യത്ത് അനുവദനീയമാണ്, ചെയ്യാം. മാത്രമല്ല ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, നമുക്കറിയാം സ്റ്റോക്ക് മാർക്കറ്റില്, അത് സ്റ്റോക്ക് മാർക്കറ്റ് ബ്രോക്കർമാരുണ്ടാവും. സ്റ്റോക്ക് ബ്രോക്കർമാർ മുഖേന ഓഹരികൾ നമ്മൾ വാങ്ങുകയും വിൽക്കുകയും ചെയ്യുന്നത് പോലെ തന്നെ ക്രിപ്റ്റോ വാങ്ങുകയും വിൽക്കുകയും ചെയ്യാം, അല്ലെ? ഇപ്പോൾ സ്റ്റോക്ക് എല്ലാവരും തന്നെ സ്റ്റോക്ക് ബ്രോക്കർമാർ മുഖേന വാങ്ങണം വിൽക്കണൊക്കെ അല്ലേ? അതുപോലെ നമുക്ക് എന്ത് ചെയ്യാം? ഈ ക്രിപ്റ്റോ വാങ്ങും ചെയ്യാം, വിൽക്കുകയൊക്കെ ചെയ്യാം. മനസ്സിലായോ? ഇതിനായി ക്രിപ്റ്റോ എക്സ്ചേഞ്ച് ഉണ്ട്, ഇത് വാങ്ങാനും വിൽക്കാനൊക്കെ. ഏതാണ്ട് ഇന്ത്യയിൽ 48 എക്സ്ചേഞ്ച്, എന്റെ അറിവ് ശരിയാണെങ്കിൽ ഇന്ത്യയിൽ 48 എക്സ്ചേഞ്ച് ഉണ്ട്. FIUന്റെ രജിസ്റ്റർ ചെയ്ത എക്സ്ചേഞ്ചുകൾക്ക് മാത്രമാണ് ഈ ക്രിപ്റ്റോക്ക് അനുമതിയുള്ളൂ. FIU എന്ന് പറഞ്ഞാൽ ഫിനാൻഷ്യൽ ഇന്റലിജൻസ് യൂണിറ്റ് എന്ന് പറഞ്ഞ ഫുൾ ഫോം. FIU. ഈ FIUവിന് രജിസ്റ്റർ ചെയ്ത എക്സ്ചേഞ്ചുകൾക്കാണ് ക്രിപ്റ്റോ വാങ്ങാനും കൊടുക്കാനൊക്കെ ഉള്ള അനുവാദമുള്ളൂ. അതിനുള്ള എക്സ്ചേഞ്ചുകളാണ്, എന്റെ ഓർമ്മ ശരിയായ 48 എക്സ്ചേഞ്ച് എവിടെ ഉണ്ട്? ഇന്ത്യയിലുണ്ട്. അതാണ് ബിനാൻസ്, അതുപോലെ കോയിൻ DCX, അതിനൊക്കെ, അതുപോലെ മുദ്രക്സ്, ഇതൊക്കെ അതിന് ഉദാഹരണം. അപ്പൊ ഇന്ത്യ ഗവൺമെന്റ് ഇവിടെ എന്തുണ്ട്? നമുക്ക് ഇന്ന് അതിന് ഒരു അനുവാദം തന്നിട്ടുണ്ട്, നിങ്ങൾ മനസ്സിലാക്കുക. അതുപോലെ തന്നെ നമ്മൾ കോയിനും ടോക്കണൊക്കെ പറയുമ്പോൾ ഇതിലൊക്കെ ഞാൻ നാളെ പറഞ്ഞ പോലെ, ഇതിന് മുമ്പത്തെ ക്ലാസ്സിൽ പറഞ്ഞ പോലെ, ഇതൊക്കെ വലിയൊരു കാര്യമാണ്, വലിയ വലിയൊരു വിഷയമാണ്. ഇതിനെക്കുറിച്ച് നമ്മൾ വിശദമായി പഠിക്കുമ്പോൾ ദിവസങ്ങളോളം മാസങ്ങളോളം പഠിക്കാണ്ട്, എന്താ കോയിന്, എന്താ ടോക്കന്, എന്താ എക്സ്ചേഞ്ച്, എന്താണ് സ്മാർട്ട് കോൺട്രാക്ട്,
എന്താണ് ബ്ലോക്ക് ചെയിൻ, ഇതൊക്കെ പഠിക്കണം നമുക്ക്. ഓക്കെ, അപ്പൊ നിങ്ങൾ മനസ്സിലാക്കുക, ഇവിടെ കോയിന് രണ്ട് രീതിയിലുണ്ട് കോയിൻ. ഒന്ന് മീം കോയിൻ ഉണ്ട്, ഒന്ന് സ്റ്റേബിൾ കോയിൻ ഉണ്ട്, എന്നിങ്ങനെ പലതരത്തിൽ കോയിൻ ഉണ്ട്. മീം കോയിൻ എന്ന് പറഞ്ഞാൽ എന്താ, നിങ്ങള് കാർട്ടൂണ് പാത്രങ്ങളൊക്കെ അടിസ്ഥാനമാക്കി, കാർട്ടൂണുകളെയും കഥാപാത്രങ്ങളെയൊക്കെ അടിസ്ഥാനമാക്കിയുള്ള കോയിനുകൾക്കാണ് മീം കോയിൻ എന്ന് പറയാം. അതിൽപ്പെട്ട കോയിനുകളാണ് രാജ്യത്തുണ്ട്. അതിൽപ്പെട്ട പ്രധാന ഒരു കോയിനാണ് ആരെ, നമ്മളെ ലോക കോടീശ്വരൻ ഉണ്ടല്ലോ, എന്താ അയാളെ പേര്, എലോൺ മസ്ക്. യെസ് അല്ലെ, ലോക കോടീശ്വരൻ എലോൺ മസ്കിന്റെ ഒരു കോയിൻ ഉണ്ട്, ഡോജ് കോയിൻ. ഡോജ് കോയിൻ എലോൺ മസ്കിന്റെ, ലോക കോടീശ്വരനായ അദ്ദേഹത്തിന്റെ കോയിനാണിത്. മനസ്സിലായോ? ബിറ്റ് കോയിൻ അല്ലാത്ത എല്ലാ കോയിനുകളും എന്താ ഞങ്ങള് ബദൽ കോയിൻ എന്നതിന് പറയാം. ബിറ്റ് കോയിൻ ആണ് രാജാവ് കോയിനുകളിൽ, അതല്ലാത്ത കോയിനുകളൊക്കെ ബദൽ കോയിൻ എന്നാ പറയാം. അപ്പൊ നമ്മള് മനസ്സിലാക്കേണ്ട കാര്യം, കോയിനില് എന്താ സ്റ്റേബിൾ കോയിൻ. അപ്പൊ ഈ സ്റ്റേബിൾ കോയിൻ എന്ന് പറഞ്ഞാൽ എന്താ, നിങ്ങള് ഡോളർ, അതുപോലെ സ്വർണം തുടങ്ങിയ ഏതെങ്കിലും കേന്ദ്ര ആസ്തിയുമായി മൂല്യം ബന്ധിപ്പിച്ചുള്ളവയാണ് സ്റ്റേബിൾ കോയിൻ. ഒന്ന് സ്വർണവുമായിട്ട് കണക്ട് ആയിരിക്കും, അല്ലെങ്കിൽ ഡോളറുമായിട്ട് കണക്ട് ആയിരിക്കും. ഇങ്ങനെ ഡോളറുമായിട്ടോ സ്വർണവുമായിട്ടോ ഇങ്ങനെ ഏതെങ്കിലും ഒരു കേന്ദ്ര ആസ്തിയുമായി മൂല്യം ബന്ധിപ്പിച്ചവയാണ് സ്റ്റേബിൾ കോയിൻ എന്ന് പറയുന്നത്. അതായത് ഡോളറുമായി ബന്ധിപ്പിച്ച കോയിനുകളുടെ മൂല്യം എപ്പോഴും അടുത്തിരിക്കും. ഡോളറുമായിട്ട് ബന്ധിപ്പിച്ച കോയിനുകളുടെ മൂല്യം വല്ലാതെ ഏറ്റക്കുറച്ചിൽ ഉണ്ടാവില്ല, അടുത്തായിക്കാൻ ഉണ്ടാവുക. മനസ്സിലായി നിങ്ങള്? അപ്പൊ അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാ, ഈ ബിസിനസിനെ പറ്റി പഠിക്കാനും മനസ്സിലാക്കാനൊക്കെ കുറേശ്ശെ നമ്മൾ പഠിച്ചു വരിക. അങ്ങനെ നമ്മൾ പഠിച്ച് മുന്നോട്ട് പോവുകയാണെങ്കിൽ നമുക്ക് അപെക്സിന് ചെയ്യാൻ പറ്റുമോന്നില്ലതൊക്കെ നമുക്ക് സ്വന്തം ആലോചിച്ചെടുക്കാം. അപ്പൊ നമുക്ക് ഈ ഇവിടെ ക്രിപ്റ്റോയ്ക്ക് ഇല്ല, അല്ലെങ്കിൽ ഡീസെൻട്രലൈസ്ഡ് ആയി കഴിഞ്ഞാൽ എന്താ ഗുണം? ഡീസെൻട്രലൈസ്ഡ് ആവാൻ വേണ്ടിയിട്ട് നമ്മുടെ കമ്പനി, അതായത് ടയർ 1ലേക്ക്, കൂക്കോയിലേക്ക്, ബിനാൻസിലേക്ക് പോകണമെങ്കിൽ ഒരു കമ്മ്യൂണിറ്റി നന്നായി വേണം. ആ കമ്മ്യൂണിറ്റി ബിൽഡിങ്ങിന് വേണ്ടിയിട്ടാണ് നമ്മുടെ അപെക്സ് കമ്പനി 2 ദിവസം മുമ്പ് ഞാൻ വിശദമായി പറഞ്ഞിട്ടുണ്ട് അല്ലെ. 2-3 ദിവസം മുമ്പ് കമ്പനി നമുക്കൊരു മെസ്സേജ് തന്നു, അത് പല ആളുകൾക്കും മനസ്സിലായില്ല. അപ്പൊ ഞാൻ അതിന്റെ ട്രാൻസാക്ഷൻ തന്നിട്ടുണ്ടായിരുന്നു അല്ലെ. നമ്മള് ഇന്നലെയൊക്കെ ആ മീറ്റിങ്ങിൽ ആ കാര്യം സൂചിപ്പിച്ചിട്ടുണ്ട്. അവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, നമുക്ക് ബിനാൻസിലേക്ക് പോവാൻ, അല്ലെങ്കിൽ കൂക്കോയിലേക്ക് പോവാൻ, അതുപോലെ ടയർ 1 അതുപോലുള്ള വലിയ വലിയ എക്സ്ചേഞ്ചുകളിലേക്ക് പോകണമെങ്കിൽ വലിയൊരു കമ്മ്യൂണിറ്റിന്റെ ആവശ്യമുണ്ട്. ഈ കമ്മ്യൂണിറ്റി ബിൽഡിന്റെ ആവശ്യം അതുമായിട്ട് ബന്ധപ്പെട്ട് കമ്പനി എന്തുണ്ട്, നമുക്കൊരു ഓഫർ തന്നിട്ടുണ്ട്. എന്താണ് ഓഫർ? ട്വിറ്റർ അതുപോലെ ടെലിഗ്രാം. ഈ ട്വിറ്ററും ടെലിഗ്രാമും നമ്മളൊന്ന് ഫോളോ ചെയ്യുക അപെക്സിനെ. അങ്ങനെ ഫോളോ ചെയ്യുകയാണെങ്കിൽ നമുക്ക് അവിടെ അപെക്സ് കമ്പനി 3 അപെക്സ് ടോക്കൺ ഫ്രീ തരും. ഇനി നമ്മൾ അറിയാത്ത ഒരാൾക്ക് അത് ചെയ്ത് കൊടുത്താൽ അവിടെ $1 ഒരു അപെക്സ് ടോക്കൺ, ഡോളർ അല്ല, ഒരു അപെക്സ് ടോക്കൺ നമുക്ക് ഫ്രീ ആയിട്ട് കിട്ടും. നിങ്ങൾ ആലോചിച്ചോക്കാണ്, ഇന്നിപ്പോ ഒരു അപെക്സ് ടോക്കന് വില 35 40 മുകളിലില്ലേ? ഒരു 50 രൂപയൊക്കെ ആണെങ്കിൽ നിങ്ങൾ ആലോചിച്ച് നോക്കി, ഒരു 3 അപെക്സ് ടോക്കൺ 150 രൂപ വെറുതെ കിട്ടുകയാണെന്ന്. നമ്മളെ മൊബൈലില് നമ്മൾ എന്ത് ചെയ്യുക, ട്വിറ്റർ ഒന്ന് ഡൗൺലോഡ് ചെയ്യുക, അതുപോലെ ടെലിഗ്രാം ചാനൽ ചെയ്യുക. സിമ്പിൾ സംഗതിയുള്ളൂ. ഇനി അത് അറിയാത്തവർക്ക് നമ്മളെ ഗ്രൂപ്പിൽ ഇന്ന് അതെങ്ങനെ ചെയ്യാന്നുള്ള ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട്. ആരൊക്കെ കണ്ടു എന്ന് എനിക്കറിയില്ല. എല്ലാവർക്കും ചില സാധാരണക്കാരനായ ചിലപ്പോൾ അറിഞ്ഞോളന്നില്ല. അപ്പൊ ട്വിറ്റർ നിങ്ങൾ ഡൗൺലോഡ് ചെയ്യുക, എന്നിട്ട് അതിന്റെ കാര്യങ്ങളൊക്കെ അതിൽ കൊടുക്കേണ്ടത്, നിങ്ങൾ മെയിൽ ഐഡിയും കാര്യങ്ങളൊക്കെ കൊടുക്കേണ്ടതുണ്ട്, അത് കൊടുത്ത് ചെയ്യുക. അതുപോലെ ടെലിഗ്രാം, ഈ ടെലിഗ്രാമും ട്വിറ്ററും നിങ്ങൾ ഫോളോ ചെയ്തിട്ട് കാര്യങ്ങൾ ചെയ്തിട്ട് നിങ്ങൾ സൈറ്റിൽ കയറിയാൽ, നമ്മളെ സൈറ്റിൽ കയറി ഏറ്റവും താഴെ ഉണ്ടാവും അതിന്റെ കാര്യങ്ങൾ ചെയ്യാന്. അത് നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ
3 അപ്പെക്സ് ടോക്കൺ ഫ്രീ കിട്ടുന്നു. നിങ്ങളെ കൂടെ ഉള്ളവർക്ക്, നിങ്ങളെ കൂടെ ബിസിനസ്സിൽ ജോയിൻ ചെയ്തവർക്ക് അത് ചെയ്യാൻ അറിയില്ല. നിങ്ങൾ ചെയ്തു കൊടുത്താൽ നിങ്ങൾക്ക് ഒരു അപ്പെക്സ് ടോക്കൺ കിട്ടും. നിങ്ങൾ ആലോചിച്ച് നോക്കി, 5 ലക്ഷം അപ്പെക്സ് ടോക്കനാണ് ഈ കമ്പനി കൊടുക്കുന്നത്. ഞാൻ മെസ്സേജിൽ വെറുതെ പറഞ്ഞതൊന്നുമില്ല. 5 ലക്ഷം അപ്പെക്സ് ടോക്കൺ കൊടുക്കുകയാണ് ഈ കമ്മ്യൂണിറ്റി ബിൽഡിങ്ങിന്റെ ഭാഗമായിട്ട് ട്വിറ്ററിലും ടെലിഗ്രാമിലും ഫോളോ ചെയ്യുന്നവർക്ക്. അപ്പൊ നിങ്ങൾക്കൊക്കെ ഈ കോയിൻ വെറുതെ വേണോ? വെറുതെ കിട്ടിയാലേ ആ പശുക്കുട്ടിന്റെ പല്ല് പിടിച്ചോക്കണ്ടെന്നാ പറയാ മലപ്പുറത്തൊക്കെ, അല്ലെങ്കിൽ ആട്ടുംകുട്ടിന്റെ പല്ല് പിടിച്ചോക്കണ്ട, വാങ്ങിച്ചു പോയ പോരെ. നമ്മളെ ഐഡിക്ക് ഇങ്ങ് വരൂലേ അപ്പെക്സ് ടോക്കന്? നിങ്ങളെ കൂടെ എത്ര ആൾ, ഞാനൊക്കെ ചെയ്തിട്ടുണ്ട്, നിങ്ങളൊക്കെ എത്ര ആൾക്കാർ ചെയ്തു എനിക്ക് അറിയില്ല. അറിയാൻ വേണ്ടിയിട്ട് ഞാൻ നമ്മളെ ടീമിൽ ഒരാള് വീഡിയോ ഇട്ടിട്ടുണ്ട് എങ്ങനെ ചെയ്യാന്നുള്ളത്. അപ്പൊ നിങ്ങളെല്ലാരും ചെയ്യുക. നിങ്ങളെ കൂടെ ബിസിനസ്സിൽ ജോയിൻ ചെയ്തവർക്ക് അത് അറിയില്ലെങ്കിൽ അവർക്കത് പറഞ്ഞു കൊടുത്ത് അവരെ കൊണ്ട് ചെയ്യിപ്പിക്കുക. അപ്പൊ നമ്മളെ കമ്പനിനെ നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്ത് നമ്മുടെ കമ്പനിക്ക് വലിയ വലിയ എക്സ്ചേഞ്ചിലേക്ക് പോവാൻ വേണ്ടിയിട്ട് നമ്മളെ കമ്പനി ഹെൽപ്പ് ചെയ്യുമ്പോൾ പ്രതിഫലം തരുന്നുണ്ട്, വെറുതെ ഒന്നല്ല. നിങ്ങൾ ആലോചിച്ച് നോക്കി. അപ്പൊ അതൊന്നിട്ട് നമുക്ക് ചെയ്തുകൂടെ? അങ്ങനെ നമ്മളെല്ലാവരും ചെയ്യുകയാണെങ്കിൽ 5 ലക്ഷം അപ്പെക്സ് ടോക്കൺ റെഡിയാ. നമ്മൾ ചെയ്തോളൂ എല്ലാവരും. ഓക്കെ. ഇനി നമ്മൾ പറഞ്ഞൊരു ടോപ്പിക്കാണ് കോടീശ്വരനാകല്, ഒരു ലക്ഷപ്രഭു. അങ്ങനെ അല്ലെ, 1 CR, 1 കോടി. സിമ്പിൾ സംഗതി അല്ലേ? ഒരു 10,000 ഉണ്ടാക്കാൻ കഴിയും. ഒരു 10,000 ഒരു മാസം. അങ്ങനെ നിങ്ങൾ കൂട്ടിയൊക്കെ ഒരു 10,000 ഇൻറ്റു 1000, 1 കോടി ഉണ്ടാക്കത്ര പണിയൊന്നും ഇല്ലാന്ന്. ഏയ്, ഞാൻ ഈ മാസം വാങ്ങാൻ തീരുമാനിക്കുന്നത് 3 ലക്ഷം. ഞാൻ കഴിഞ്ഞ മാസം വാങ്ങിയ 2 ലക്ഷം. അതിന്റെ മുമ്പത്തെ മാസം വാങ്ങിയ 1.5 ലക്ഷം. നിങ്ങൾ ആലോചിച്ച് നോക്കി, ഇവിടെ ഞാൻ 2 ലക്ഷം വാങ്ങുകയാണെങ്കിൽ എത്ര മാസം കൊണ്ട് എനിക്ക് 1 CR ഉണ്ടാക്കാൻ കഴിയും? അല്ലെങ്കിൽ ഞാൻ 3 ലക്ഷം വാങ്ങുകയാണ്, ഈ മാസത്തെ ടാർഗറ്റ് 3 ലക്ഷം. അതിലേറെ വാങ്ങി കിട്ടിയാൽ ഞാൻ വാങ്ങൂട്ടോ, അത് വേറെ കാര്യം. പക്ഷെ നമുക്കൊരു ഗോൾ ഉണ്ടല്ലോ. ഇനി ഞാൻ ഗോൾ ഇങ്ങനെ കൂട്ടിക്കൊണ്ടിരിക്കും. അതിന് വേണ്ടി ഫുൾ ടൈം ഞാൻ ഇതിലാണ് ഉള്ളത്. ഞാൻ അപ്പെക്സിലാണുള്ളത് ഫുൾ ടൈം. ഞാൻ 24 hours ഇവിടെ. എനിക്ക് എന്നോട് ചില ഗൾഫിൽ ആളുകൾ 12 മാസങ്ങൾ കടന്നിട്ടില്ലേ പൈസ. ജോർജ് കുട്ടിന്ന് കിട്ടിയാലേ ഉറക്കൊക്കെ അങ്ങോട്ട് പോകുന്നേ. സ്വപ്നം എന്ന് പറഞ്ഞാൽ ഉറങ്ങുമ്പം കാണുന്നതല്ല സ്വപ്നം എന്നാ കലാംജി പഠിപ്പിച്ചത്. ഇങ്ങളെ ഉറക്കം കെടുത്തൊരു സംഗതി ഉണ്ടെങ്കിൽ അതാണ് യഥാർത്ഥമായ സ്വപ്നം. അതാണ് മുൻ പ്രസിഡന്റ് കലാംജി പഠിപ്പിച്ചത്. അപ്പൊ അപ്പെക്സിനെ കുറിച്ച് നിങ്ങൾക്ക് ശരിക്കും ഇങ്ങോട്ട് മനസ്സിലായാലേ നിങ്ങൾ ഉറങ്ങൊന്നുമില്ല. ഓക്കെ. അപ്പൊ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഒരു 1 CR ഉണ്ടാക്കാൻ. അപ്പൊ ചില ആളുകൾ പറയാ, എന്നെക്കൊണ്ട് അതൊന്നും കഴിയില്ല കേട്ടോ. അതെന്താ പറയാ, നമ്മളെ അവിടെ ഒരു മനോഭാവമാണ്. അതാ ഞാൻ പറഞ്ഞ, നിങ്ങൾ മനോഭാവങ്ങൾ മാറ്റണം ആദ്യം, അല്ലാതെ കഴിയൂല. നിങ്ങളിപ്പോഴും പാവപ്പെട്ടവനാണ്, ഞാൻ പാവപ്പെട്ടവനാണ്, എന്നെ കൊണ്ട് കഴിയൂലേ, എനിക്ക് അത്രയൊന്നും വേണ്ടേ. ജോർജ് കുട്ടി കിട്ടിയോ കടങ്ങൾ വേണ്ടാറോ? ബീരാൻകുട്ടിയെ അത് കിട്ടി നോക്കണം. നിങ്ങൾ ആരും വേണ്ടാന്നൊന്നും പറയില്ല. ഇത് കിട്ടിയ നിങ്ങൾ ഉറങ്ങൂല്ല. അയാള് കണ്ട, ഈ ലീഡർ കണ്ട, അയാള് ഗൾഫിന്നേ വാരിക്കോരി വന്നതാ. ഇവിടെ വന്നിട്ട് ഇയാൾക്ക് റെസ്റ്റ് ഇല്ല. നിങ്ങൾ ആലോചിച്ച് നോക്കണി. അതാണ് കവി പറഞ്ഞു, 10 കിട്ടിയാൽ 100 മതിയെന്നും, ശതമാവിൽ സഹസ്രം മതിയെന്നും, 1000 പണം കയ്യിലുണ്ടായാൽ ഐതമാവിൽ ആശ്ചര്യം വന്നതും. ഇത് കവി വെറുതെ പറഞ്ഞൊന്നുമല്ല, ഇത് മനുഷ്യന്റെ സ്വഭാവ. ലീഡർ നല്ല പൈസ ഗൾഫിൽ ഉണ്ടാക്കുന്നുണ്ട്. ഇവിടെ വന്നപ്പോ ഞാൻ കരുതി ഇയാളെ ഫാമിലിയും കൊണ്ടൊക്കെ ഒന്ന് കറങ്ങി ഇവിടെ ഇരിക്കും. ഇല്ല, ഇയാള് ബാംഗ്ലൂരും എറണാകുളവും ആലുവയും ഞാൻ പറഞ്ഞില്ലേ മൊത്തം ഓടിക്കൊണ്ടിരിക്കുക. അപ്പൊ എന്താ അറിയോ, ജോർജ് കുട്ടി കിട്ടിയിട്ടാ. മനസ്സിലായോ? അപ്പൊ നിങ്ങൾക്ക് ഒരു CR ഉണ്ടാവും, 1 CR ഉണ്ടാക്കുക. നിങ്ങൾ എപ്പോഴും മനസ്സിലാക്കി, നിങ്ങളുടെ അക്കൗണ്ടിൽ 1 CR വേണോ? ഇന്നിപ്പോ ഈ ഗ്രൂപ്പിൽ ഒരാളും 1 CR ബാങ്കിലുള്ളവരായിട്ട് അറിവിൽ ഉണ്ടാവില്ല. ഇല്ലാതെ മനസ്സിലാക്കി. നിങ്ങൾ മനസ്സിലാക്കി, നിങ്ങൾക്ക് ഒരു പെട്ടെന്ന് ഒരു 6 മാസം കൊണ്ട്, അല്ലെങ്കിൽ ഒരു 4 മാസം കൊണ്ട്, അല്ലെങ്കിൽ ഒരു 10 മാസം കൊണ്ട് 1 CR നിങ്ങളുടെ അക്കൗണ്ടിൽ വരണോ? നിങ്ങൾ തീരുമാനിച്ചോളി.
അതിന് നിങ്ങൾ നമ്മളെല്ലാ നിലക്കും ഹെൽപ്പ് ചെയ്യും. നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ ഈ കാര്യങ്ങൾ പറഞ്ഞു തരാനാണ് ഡെയിലി നമ്മൾ ഇവിടെ വന്നിട്ട് ഈ ക്ലാസ് എടുക്കുന്നത്. നമ്മൾ ടീമിന് മാത്രമില്ല, ഈ മീറ്റിങ്ങിൽ പല ടീമിന്റെ ആളുകൾ കയറും. നമുക്ക് ടീമൊന്നുമില്ല, ഇവിടെ ഫാമിലി ഉണ്ട്. അപെക്സ് എന്ന ഫാമിലിയിൽപ്പെട്ടവര് പല ആളുകൾ ഇതിൽ വന്ന് കയറാറുണ്ട്. എന്റെ യൂട്യൂബ് കണ്ട് അല്ലെങ്കിൽ നമ്മുടെ ക്ലാസ്സുകളുടെ യൂട്യൂബ് കണ്ടിട്ട് പല ആളുകൾ എന്നെ വിളിച്ച് പിന്നെ സംശയങ്ങൾ ചോദിക്കാറുണ്ട്. നമുക്ക് അറിയണാണ് ഈ പറഞ്ഞു കൊടുക്കുന്നത്. ഇല്ലെങ്കിൽ നമ്മളെക്കാളും ഗ്രേറ്റ് ലീഡർമാരുണ്ട്, അല്ലെങ്കിൽ കമ്പനി ഉണ്ട്, കമ്പനിയോട് ചോദിക്കും. ഇനി അതൊന്നുമില്ല, കസ്റ്റമർ കെയർ മറുപടി ഇല്ലെങ്കിൽ ഏറ്റവും മുകളിലെ കൊമ്പുണ്ട് എന്റെ കയ്യില്. ആരോ സിഒ അഭിജിത്ത് മാണി സാറെ ഞാൻ വിളിക്കും, എന്റെ കാര്യങ്ങൾ ഞാൻ അവിടുത്തെ ക്ലിയർ ചെയ്യും. മനസ്സിലായോ? അപ്പൊ നിങ്ങൾ മനസ്സിലാക്കുക, ഇതിന് നല്ലൊരു അവസരം നമുക്ക് കിട്ടിയിരിക്കുന്നത്. അവസരം എപ്പോഴും കിട്ടിക്കോണം എന്നില്ല. ഇനി നമ്മുടെ കമ്പനി നിങ്ങൾ മനസ്സിലാക്കുക, AI പോവുക, ഫുള്ളി ഡീസെൻട്രലൈസിലേക്ക് പോവുകയാണ്. 2 ദിവസം മുമ്പ് സെൻട്രലൈസ് എന്താണെന്നും ഡീസെൻട്രലൈസ് എന്താന്നൊക്കെ ഞാൻ പറഞ്ഞു. AI പോവുക, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിലൊക്കെ പോവുക. അപ്പൊ നിരവധി പ്രൊജക്റ്റുമായി വന്ന ഒരു കമ്പനിയാണ് ആര്? അപെക്സ്. അപെക്സിന് പ്രൊജക്റ്റ് ഉണ്ട്. അതുകൊണ്ട് തന്നെയാണ് അപെക്സ് ഇവിടെ നിലനിൽക്കും നമ്മൾ പറയുന്നത്. യാതൊരു പേടി നിങ്ങൾക്ക് വേണ്ട. നിങ്ങൾക്ക് അപെക്സിനെ വിശ്വസിച്ച് നിർബന്ധമായിട്ട് ചെയ്യാൻ ഒരു കുഴപ്പമില്ല. പക്ഷെ നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾ ആദ്യം നിങ്ങളെ മൈൻഡ് സെറ്റ് ഒന്ന് മാറ്റണം. നിങ്ങളിപ്പോഴും ഞാൻ പാവപ്പെട്ടവരാണ്, എനിക്കിപ്പോഴും ചുമന്ന റേഷൻ കാർഡ് വേണം, അല്ലെങ്കിൽ അങ്ങനെയല്ല. ഇന്ന് കുറെ ആളുകൾ അതിന് നെറ്റോട്ടം നമുക്ക് നാട്ടിൽ കാണാം. ചുവന്ന റേഷൻ കാർഡ് നിങ്ങൾ ആലോചിച്ച് നോക്കി, അർഹതപ്പെട്ടതല്ല വാങ്ങി തിന്നുന്നത്. ആ ചുവന്ന റേഷൻ കാർഡ് ആരുടെ കാര്യങ്ങൾ? പാവങ്ങളതാ. എന്നിട്ട് അതിനു വേണ്ടി ആളുകൾ കള്ള കണക്കുകളും അല്ലെങ്കിൽ കള്ള ഡോക്യുമെന്റ്സ് ഒക്കെ കൊടുക്കുക. അപ്പൊ നിങ്ങളുടെ മനസ്സ് എത്ര ചെറുതാണ് മനസ്സിലാക്കാണ്. നിങ്ങൾ വലിയ മനസ്സുണ്ടാവുക. നിങ്ങളോട് പറയാം ഞാൻ കൊണ്ടീഷനാണ്. അപ്പൊ നമ്മളെ മക്കള് സ്കൂളിൽ നിന്നും കോളേജിൽ നിന്നൊക്കെ സ്റ്റഡി ടൂറും അല്ലാത്ത ടൂറൊക്കെ പോകും അല്ലെ? ആ മക്കള് പോകാൻ വേണ്ടി ചോദിച്ചാല് 4000, 5000, 6000, 10,000 ഒക്കെ ചോദിക്കും. നമ്മൾ എന്ത് ചെയ്യും? പോണ്ട, എന്താണ് പോണ്ട, നമുക്ക് പിന്നെ പോവാം, പൈസ ലേറ്റാണ് പറയുന്നത്. എന്നാലോ അങ്ങനെയല്ല. ഒരു പോട്ടെന്ന് നമ്മൾ ഒന്നിന്റെ വില നോക്കാതെ പർച്ചേസ് ചെയ്യാനും നമുക്ക് സന്തോഷം, നമുക്കും നമ്മുടെ ഫാമിലിക്കും നമ്മുടെ നെയ്ബേഴ്സിനും നമ്മുടെ റിലേഷൻസിനും എല്ലാവർക്കും സന്തോഷം ഉണ്ടാവും. അതിന് നിങ്ങൾക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ നിങ്ങൾ അപെക്സ് എന്ന ഈ ബിസിനസ് ഓപ്പർച്യൂണിറ്റി ഏറ്റെടുക്കണം എന്നാ ഞാൻ പറയാം. അപെക്സ് വളരെ സിമ്പിളാ. ഞാൻ പറയല് ഏത് പൊട്ടനും അപെക്സ് ചെയ്യാം. അപെക്സ് ചെയ്യാൻ നിങ്ങൾക്ക് ഒരു ക്വാളിറ്റിയും വേണ്ട, ഒരു ക്വാണ്ടിറ്റിയും വേണ്ട, ഒരു വിദ്യാഭ്യാസം വേണ്ട. നിങ്ങൾക്ക് മിനിമം ഒരു 4500 രൂപ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അപെക്സ് സ്റ്റാർട്ട് ചെയ്യാം. പക്ഷെ ഞാൻ എപ്പോഴും അപെക്സിനെ പ്രൊമോഷൻ നടത്തുന്നത് മിനിമം 9000. എന്താ അതിന് കാര്യം? 4500 അല്ലെങ്കിൽ 50 USDT ചെയ്താല് ഒരാൾക്ക് $1/2 കിട്ടുക. $1/2 എന്ന് പറഞ്ഞാൽ 45 ഇന്ത്യൻ രൂപ. എന്നാലോ 9000 ഒരാൾ ഇൻവെസ്റ്റ് ചെയ്താൽ, അല്ലെങ്കിൽ 100 USDT ഒരാൾ ഇൻവെസ്റ്റ് ചെയ്താൽ അയാൾക്ക് 90 രൂപ കിട്ടൂലേ ഡെയിലി? അതായത് 1 USDT കിട്ടും. അപ്പൊ 1 USDT എന്ന് പറയുമ്പോൾ, അര USDT എന്ന് പറയുമ്പോൾ, അല്ലെങ്കിൽ 45 രൂപ 90 എന്ന് പറയുമ്പോൾ, 45 എന്ന് പറയുമ്പോൾ ആൾക്കാർക്ക് ഒരു മൈൻഡ് ഉണ്ടാവില്ല. നിങ്ങൾ ആലോചിച്ച് നോക്കാണ്. അപ്പൊ ഒരു 9000 രൂപ എവിടുന്നെങ്കിലും നിങ്ങൾ ഉണ്ടാക്കുക, തല പണയം വെച്ചിട്ടെങ്കിലും. ഇത് പറയുമ്പോൾ ആളുകൾ പറയും ഭയങ്കര സാമ്പത്തിക പ്രയാസത്തിലാണ്, ബാങ്കിൽ അത്ര ലോൺ ഉണ്ട്, ഫണ്ടിന്റെ അടവ് ഇങ്ങനെ ഉണ്ട്, അവിടെ ഇങ്ങനെ ഉണ്ട്, ഇങ്ങനെ ഉണ്ട്. ഇത് പറഞ്ഞുകൊണ്ട് ആരെങ്കിലും നിങ്ങളെ പ്രശ്നങ്ങൾക്ക് ഒരു സൊല്യൂഷൻ തരുമോ? ആരെങ്കിലും നിങ്ങളെ പ്രോബ്ലംസിന് സൊല്യൂഷൻ തരുമോ? തരൂല. നിങ്ങളങ്ങ് ചെയ്യാൻ ഉദ്ദേശിക്കുക, എന്നിട്ട് 1.5 ചെയ്യലാണ്ട് ചെയ്യുക. ഞാനൊക്കെ ചെയ്യും പോലെ. ഞാനൊക്കെ ഇപ്പൊ 100-ലധികം ആളുകളെ ഡയറക്റ്റ് ആയിട്ട് ഈ ബിസിനസ്സിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. ഞാൻ വന്നിട്ട് 3-ാമത്തെ മാസം ആകാൻ പോകുന്നേ ഉള്ളൂ. അപ്പൊ നിങ്ങൾക്ക് വേണം, ചെയ്യണം, രക്ഷപ്പെടണം, സമ്പാദിക്കണം, അപെക്സിലൂടെ എനിക്ക് വലിയ വരുമാനം വാങ്ങണം എന്നുണ്ടെങ്കിൽ
എവിടുന്നെങ്കിലും നിങ്ങളൊരു 4500 അല്ലെങ്കിൽ 9000 ഉണ്ടാക്കുക. ഒന്നുകിൽ നിങ്ങൾക്ക് ബിസിനസ് ചെയ്യാം, അല്ലെങ്കിൽ ചെയ്യാതിരിക്കാം. അതായത് നിങ്ങൾക്ക് ഒന്നുകിൽ ഒരു പ്രൊമോട്ടർ ആവാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇൻവെസ്റ്ററായി മിണ്ടാതിരിക്കാം. അത് 1 ലക്ഷം നിങ്ങൾക്ക് ചെയ്യാൻ കഴിയോ? 1 ലക്ഷം ചെയ്തോളൂ. പക്ഷെ നിങ്ങൾക്കൊന്ന് വിശ്വാസം കിട്ടണം. ആ വിശ്വാസം കിട്ടാൻ വേണ്ടി നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ആദ്യം ഒരു 9000 മുടക്കാം, അല്ലെങ്കിൽ 4500 മുടക്കാം. എന്നിട്ട് നിങ്ങൾ ഒരു മാസം അതൊന്ന് നോക്കുക. ഈ മാഷും അതുപോലെ ഈ നജാബ് സാറും മറ്റുള്ള ലീഡേഴ്സ് ഒക്കെ പറയുന്നതൊക്കെ ഇതിലുണ്ടോ? ഈ ട്രാൻസാക്ഷൻ ചെയ്യാൻ പറ്റുമോ? ഇതൊക്കെ ബാങ്കിലേക്ക് വരുമോ? ഇതൊക്കെ ഒന്ന് ടെസ്റ്റ് ചെയ്തിട്ട് നിങ്ങളെ എമൗണ്ട് നിങ്ങൾ കൂട്ടി ചെയ്തോളി. നിങ്ങളിപ്പോ 4500 തുടങ്ങി. ഞാൻ ഈ ബിസിനസ് 4500 തുടങ്ങിയതാ. പിന്നെ ഞാനത് 9000 ആക്കി. അങ്ങനത്തെ എത്രയോ ഐഡിയകൾ ഞാൻ വേറെയും ചെയ്തു. പിന്നെ ടോപ്പ് നമുക്ക് ചെയ്യാം. ഇപ്പൊ നമ്മൾ 4500 തുടങ്ങി, നമുക്ക് 9000 ടോപ്പ് ചെയ്യാം. 9000 ഏത് വ്യക്തിക്ക് 18000 ആക്കാം, അല്ലെങ്കിൽ 27000 ആക്കാം, അല്ലെങ്കിൽ 36000 ആക്കാം, അല്ലെങ്കിൽ 45 ആക്കാം, അല്ലെങ്കിൽ 1 ലക്ഷം ആക്കാം, 5 ലക്ഷം ഒക്കെ ആവാം. നമുക്ക് ടോപ്പ് ചെയ്യാം. എന്തായാലും വിശ്വാസം വരണ്ടേ? ഇന്ന് ആളുകൾക്ക് ഒന്നും വിശ്വാസമല്ല. സ്വന്തം ഭാര്യനെയും മക്കളെയും ഉമ്മനെയും ഉപ്പനെയും വരെ വിശ്വാസമില്ലാത്ത കാലത്ത് അല്ലെ? ചില ആളുകളൊക്കെ പറയുന്നുണ്ട്, ഇന്ന് ഭാര്യ ഭക്ഷണം ഉണ്ടാക്കി തന്നാലേ അത് ആദ്യം ഒന്ന് കോഴിക്കിട്ട് നോക്കണം. കോഴിക്കോ പൂച്ചക്കോ ഇട്ട് കൊടുക്കുക. കാരണം തരുമോ? ചിലപ്പോ ഇവർക്ക് ആരെങ്കിലും ലൈൻ ഉണ്ടാവുകയും നമ്മളെ ശരിയാക്കിയിട്ട് നമ്മളെ കൊന്നുകാണില്ല പൂക്ക് പോലെ പരിപാടി ഉണ്ടാവും. അപ്പൊ അതുകൊണ്ട് ആളുകൾ പറയുന്നത്, ഇന്ന് ഭാര്യ വരെ ഭക്ഷണം ഉണ്ടാക്കി തന്നാല് ടെസ്റ്റ് നടത്തണം അവിടെ. ആ കാലാണെന്ന്. ആ കാലഘട്ടത്തിലൂടെ നമ്മൾ പോയിക്കൊണ്ടിരിക്കുക. അപ്പൊ ആളുകൾക്ക് നമ്മൾ എങ്ങനെ പറഞ്ഞാലും ആളുകൾക്ക് വിശ്വാസം ഉണ്ടാവില്ല. ആ വിശ്വാസം ഉണ്ടാവാൻ വേണ്ടി നിങ്ങളൊരു 4500 അല്ലെങ്കിൽ 9000 ഇൻവെസ്റ്റ് ചെയ്യുക. നിങ്ങൾ ആലോചിച്ച് നോക്കിയാൽ, ഞാൻ എക്സാമ്പിൾ പറയാം. ഒരു 9000 രൂപ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്താൽ, ഇന്ന് നിങ്ങൾ ചെയ്താൽ നാളെ മുതൽ നിങ്ങൾക്ക് $1 വരൂലേ? തിങ്കൾ, ചൊവ്വ, ബുധൻ, വ്യാഴം, വെള്ളി, ഒരാഴ്ചയിൽ വർക്കിംഗ് ഡേ ഉള്ളത് 5 ദിവസം. ഈ 5 ദിവസം നിങ്ങൾക്ക് അതിന്റെ പ്രോഫിറ്റ് വരും. $1. നിങ്ങൾ ഒന്നും ചെയ്തില്ല, നിങ്ങൾ മിണ്ടാതെ ഇരുന്നു. 9000 രൂപ നിങ്ങൾ അപെക്സിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ട് നിങ്ങൾ ഒന്നും ചെയ്യുന്നില്ല. 22% നിങ്ങൾക്ക് പ്രോഫിറ്റ് കിട്ടും. നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, ഒരു മാസത്തിൽ 22 ദിവസം $1 വെച്ച് നിങ്ങൾക്ക് കിട്ടൂലേ? അപ്പൊ നിങ്ങൾ മനസ്സിലാക്കുക, 22 × 1 × 90. $22 90 കൊണ്ട് ഗുണിക്കുക. ആ ഒരു എമൗണ്ട് 9000 ചെയ്ത് വ്യക്തിക്ക് കിട്ടൂലേ? അപ്പൊ അയാൾ അവിടെ 1 ലക്ഷം ചെയ്താലോ? വളരെ സിമ്പിൾ അല്ലേ? അങ്ങനെ നിങ്ങൾ ഇൻവെസ്റ്റർ ആയി വന്നു, ഇതിന്റെ കാര്യങ്ങൾ ക്ലിയർ ആയി നടക്കുന്നത് ബോധ്യപ്പെട്ടാൽ നിങ്ങൾ അപ്ഗ്രേഡ് ചെയ്തോളി, കൂട്ടി ചെയ്തോളി. ആ ഐഡിയ തന്നെ നിങ്ങൾ കൂട്ടി ചെയ്യാം. ഒരാളിപ്പോ 4500 തുടങ്ങി, അയാൾക്ക് വേണമെങ്കിൽ 9000 ആക്കാം. ചിലർ 9000 കൊണ്ട് തുടങ്ങി, അയാൾക്ക് വേണമെങ്കിൽ 1 ലക്ഷം ആക്കാം. നോ പ്രോബ്ലം. ഇനി നിങ്ങൾക്ക് ഒരു പ്രമോഷൻ നടത്തണം, അല്ലെങ്കിൽ ഇത് സത്യമാണ് ബോധ്യമായി, അങ്ങനെ ബോധ്യമായ സ്ഥിതിക്ക് നിങ്ങൾക്ക് നിങ്ങളുടെ ഫ്രണ്ട്സിനോട്, നിങ്ങളെ കുടുംബക്കാരോട്, നിങ്ങളെ അയൽവാസികളോട്, നിങ്ങളെ നാട്ടുകാരോടൊക്കെ ഈ അവസരം പറയാം. അങ്ങനെ നിങ്ങൾ പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് അതിന്റെ പ്രോഫിറ്റ് ഈ കമ്പനി തരുന്ന്. ഇവിടെ ഒരു കാര്യം ഈ കമ്പനി ഫ്രീ ആയിട്ട് ചെയ്യാൻ പറയുന്നില്ല. നിങ്ങൾ ആലോചിച്ച് നോക്കാണ്, നിങ്ങൾ 9000 ഇൻവെസ്റ്റ് ചെയ്തു, നിങ്ങളെ കെയർ ഓഫിൽ നിങ്ങളെ സുഹൃത്തോ നിങ്ങളെ കുടുംബക്കാരോ അയൽവാസികളോ നാട്ടുകാരോ ആരെങ്കിലും വന്നുകൊണ്ട് ഒരു 9000 രൂപയുടെ ഇൻവെസ്റ്റ് ചെയ്താൽ ആ സ്പോട്ടില് എനിക്ക് ക്യാഷ് വന്നുകൊണ്ടേ ഇരിക്കട്ടോ. നിങ്ങൾ കാണുന്നുണ്ടോ എനിക്കറിയില്ല, എനിക്ക് ക്യാഷ് വന്നുകൊണ്ടേ ഇരിക്കുന്നുണ്ട്. ഇപ്പൊ വന്നുകൊണ്ടിരിക്കുക, മീറ്റിംഗ് നടക്കുമ്പോഴൊക്കെ. മീറ്റിങ്ങിന് മുമ്പ് വന്നുകൊണ്ടേ ഇരിക്കുക. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കുക, അപ്പൊ 9000 നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്തിട്ട് നിങ്ങളെ സുഹൃത്തോ ആരെങ്കിലും ഒരാൾ ഒരു 9000 ഇൻവെസ്റ്റ് ചെയ്താൽ ആ സ്പോട്ടിൽ നിങ്ങൾക്ക് 10 USDT കിട്ടും. 10 USDT മീൻസ് 900 രൂപ കിട്ടും. ഇനി നിങ്ങളെ ഈ ബിസിനസ് പരിചയപ്പെടുത്തിയ ഒരു ലീഡർ ഉണ്ടാവും, ഒരു വ്യക്തി ഉണ്ടാവും. അയാള് നിങ്ങളെ ഒരു സൈഡിൽ സപ്പോർട്ടും ചെയ്യുന്നുണ്ടാവും. സപ്പോർട്ട് ചെയ്യണം, അല്ലെങ്കിൽ ലീഡർ ആവണം, അതൊക്കെ മുമ്പ് പറഞ്ഞിട്ടുണ്ട്. അത് എപ്പോഴും ആവർത്തിച്ച് പറയുന്നില്ല, കാരണം ചില ആളുകൾക്ക് വേദനിപ്പിക്കും.
അപ്പൊ അതുകൊണ്ട് ലീഡർ നിങ്ങളൊരു ഭാഗം സപ്പോർട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങളെ കെയർ ഓഫിൽ വരുന്ന എൻട്രികൾ ആ ലീഡർ സപ്പോർട്ട് ചെയ്യുന്ന ഐഡിയുടെ ഓപ്പോസിറ്റ് സൈഡിലാണ് ഉണ്ടാവേണ്ടത്. അതായത് ഞാന് ബിസിനസ്സിൽ വന്നു, എന്റെ ലീഡർ എന്നെ ലെഫ്റ്റില് സപ്പോർട്ട് ചെയ്യുന്നുണ്ട് വെച്ചോളൂ. ഫോർ എക്സാമ്പിൾ, എന്റെ ലീഡർ എനിക്ക് ഒരു സപ്പോർട്ട് തരുന്നതിന് എന്റെ ലെഫ്റ്റ് സൈഡിൽ, എന്നാലോ ഞാൻ എന്താ ചെയ്യേണ്ടത്? എന്റെ റൈറ്റ് ലിങ്ക് എടുക്കുക, എന്റെ ഐഡിയുടെ റൈറ്റ് ലിങ്ക് എടുത്തിട്ട് അതാണ് ഞാൻ ആളുകൾക്ക് കൊടുക്കേണ്ടത്. അതിലൂടെയാണ്, ആ ലിങ്കിലൂടെയാണ് ആളുകളെ ഞാൻ ജോയിൻ ചെയ്യിപ്പിക്കേണ്ടത്. അപ്പൊ എന്താവും? റൈറ്റിൽ എന്റെ ലീഡർ കൊണ്ടുവന്ന ഐഡികളുടെ പ്രോഫിറ്റ് ഞാൻ റൈറ്റിൽ ആളുകളെ കൊണ്ടുവരുമ്പോൾ അതെന്ത് ചെയ്യും? മാച്ച് ആവും. അതായത് ഇവിടെ എന്തുണ്ട്? ഒരു അമേരിക്കൻ ബൈനറി സിസ്റ്റം ഉണ്ട്. ലോകത്ത് കുറെ കോടീശ്വരന്മാരാക്കിയ ഒരു സിസ്റ്റമാണ് അമേരിക്കൻ ബൈനറി സിസ്റ്റം. അപ്പൊ ആ അമേരിക്കൻ ബൈനറി സിസ്റ്റത്തിലൂടെ നിങ്ങൾക്ക് $10 അല്ലെങ്കിൽ 900 രൂപ അതും കിട്ടും. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, ഒരു 9,000 രൂപ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്തു. നിങ്ങളെ കെയർ ഓഫിൽ ഒരാൾ ഇൻവെസ്റ്റ് 9,000 ചെയ്താൽ നിങ്ങൾക്ക് കിട്ടുന്നത് റഫറൽ ഇൻകം ആയിട്ട് $10, ഫെയർ മാച്ച് ആയിട്ട് ബൈനറി ആയിട്ട് $10, അതായത് 1,800 ഇന്ത്യൻ രൂപയാണ് കിട്ടുന്നത്. നിങ്ങൾ മനസ്സിലാക്കാണി എത്ര സിമ്പിൾ ആണ്. നിങ്ങളെ കെയർ ഓഫിൽ വരുന്ന വ്യക്തി എത്രയാണോ ഇൻവെസ്റ്റ് ചെയ്യുന്നത് അതിന്റെ 10% നിങ്ങൾക്ക് റഫറൽ ഇൻകം ആയി കിട്ടും. പിന്നെ നിങ്ങളെ ലീഡർ നിങ്ങളെ ബിസിനസ്സിലേക്ക് കൊണ്ടുവന്ന വ്യക്തി ഒരു ഭാഗത്ത് നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ അതിന്റെ ഓപ്പോസിറ്റിൽ നിങ്ങൾ ഒരാളെ കൊണ്ടുവരുമ്പോൾ അതിന്റെ ബൈനറി പിറ്റേ ദിവസം നിങ്ങൾക്ക് അതും കിട്ടും. റഫറൽ ഇൻകം നമുക്ക് സ്പോട്ടിൽ കിട്ടും. റഫറൽ ഇൻകം ശനിയാഴ്ച ഞായറാഴ്ച ഒക്കെ കിട്ടും. ഇപ്പൊ ഞാൻ ശനിയാഴ്ച ഒരാളെ ബിസിനസ്സിലേക്ക് കൊണ്ടുവന്നു, അല്ലെങ്കിൽ ഞായറാഴ്ച ഞാൻ ഒരാളെ ബിസിനസ്സിലേക്ക് കൊണ്ടുവന്നു, എന്നാൽ റഫറൽ ഇൻകം എനിക്ക് അന്നും കിട്ടുമോ? കിട്ടും. റഫറൽ ഇൻകം നമുക്ക് ശനി ഞായർ ഒന്നും ഇല്ലാതെ ഒഴിവില്ലാതെ കിട്ടും. മനസ്സിലായോ? അപ്പൊ ഇത് സിമ്പിൾ അല്ലേ? നിങ്ങൾ ആലോചിച്ച് നോക്കാണി. ഇത് സിമ്പിൾ ആയിട്ട് നമുക്ക് പറഞ്ഞൂടെ? ആരോടും പറഞ്ഞൂടെ? പിന്നെ ചില ആളുകൾ ഒന്ന് ഐഡിയ ഒക്കെ അടിച്ചിട്ട്, എനിക്കറിയാം, ഞാനൊരു ഭാഗത്ത് നല്ല സപ്പോർട്ട് കൊടുക്കുന്നുണ്ട്, അയാൾക്ക് ആ ഭാഗത്ത് ലക്ഷങ്ങൾ കയറി കിടക്കുന്നുണ്ട്, ലക്ഷങ്ങള്. ഞാൻ 2 ദിവസം മുമ്പ് ഒരാളെ ഐഡിയ തുറന്നു, വെറുതെ അയാൾ ആക്ടിവേറ്റ് ചെയ്തിട്ടൊന്നുമില്ല. ഞാൻ അയാൾക്ക് അവിടെ സപ്പോർട്ട് കൊടുത്തിട്ട് 20 ലക്ഷം രൂപക്ക് മുകളിൽ വന്ന് കിടക്കുന്നുണ്ട്. ഞാൻ ഓർക്ക് എന്ത് ചെയ്തു? അതിന്റെ സ്ക്രീൻഷോട്ട് വിട്ടുകൊടുത്തു. അപ്പൊ അവര് കണ്ണിങ്ങനെ തെള്ളി. അപ്പൊ ഒരു ആക്ടിവേറ്റ് ചെയ്തു. അപ്പൊ ആക്ടിവേറ്റ് ചെയ്തു, ബോധ്യമായവർക്ക് ഞാൻ ബോധ്യപ്പെടുത്തി കൊടുത്തവർക്ക്. ഇങ്ങനെ എത്ര ആളുകൾ ആലോചിച്ച് നോക്കി. നിങ്ങൾ ഐഡിയ ഒക്കെ ഓപ്പൺ ചെയ്ത് നോക്കാണി. ഞാൻ എന്റെ ടീമിനോട് പറയാറുണ്ട്, നിങ്ങളെ ഐഡിയ ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കുക, എന്നിട്ട് റൈറ്റിൽ ബിസിനസ് ലെഫ്റ്റിൽ ബിസിനസ് നോക്കൂ. ഈവൻ ഇന്നലെ വരെ എന്റെ കൂടെ വന്നവർക്ക് ഞാന് സപ്പോർട്ട് ഒരു ഭാഗത്ത് കൊടുത്തിട്ടുണ്ട്. ഇന്നലെയും മിനിഞ്ഞാന്നൊക്കെ എന്റെ കൂടെ എൻട്രി വെച്ചവരുണ്ട് ഈ ബിസിനസ്സിൽ. അവർക്ക് ഞാൻ ഇന്ന് സപ്പോർട്ട് കൊടുത്തിട്ടുണ്ട്. എനിക്ക് പല ഭാഗത്തും എൻട്രികൾ വരും. എന്നെ പല ആളുകളും ഞാൻ ഫേസ്ബുക്കില് അതുപോലെ ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഞാൻ എന്ത് ചെയ്യും? ഞാൻ എന്റെ മെസ്സേജും കാര്യങ്ങളൊക്കെ പോസ്റ്റ് ചെയ്യും. കുറെ ആൾക്കാർ നമ്മളെ കളിയാക്കി വരും. കളിയാക്കിക്കോട്ടെ, ഓമാനാണ് കളിയായിക്കോട്ടെ എന്ന്. നമ്മളെ ഡ്രീം നമ്മളതല്ലേ, നമ്മളെ ഗോള് നമ്മളതല്ലേ. നമ്മളെ ഗോൾ അച്ചീവ് ചെയ്യാൻ അവൻ നമ്മൾ സപ്പോർട്ട് ചെയ്യോ? ഇല്ല. നമുക്കാണ് നമ്മളെ ഗോള് അച്ചീവ് ചെയ്യേണ്ടത്. അത് നമ്മളെ ഉള്ള ഗോളാണ്. അത് അവന്റെ ഗോളല്ല, നമ്മുടെ ഉപ്പാന്റെ ഗോളല്ല, ഉമ്മാന്റെ ഗോളല്ല, ഭാര്യന്റെ ഗോളല്ല, മക്കളെ ഗോളല്ല, ഫ്രണ്ടിന്റെ ഗോളല്ല. നമ്മളെ ഗോള് നമ്മളത് മാത്രമാണ്. നിങ്ങൾ മനസ്സിലായിക്കോളി. നിങ്ങളെ ഗോൾ അച്ചീവ് ചെയ്യാൻ നിങ്ങളാണ് ഇറങ്ങിത്തിരിക്കേണ്ടത്. ആ ഇറങ്ങിത്തിരിക്കുന്നത് നിങ്ങൾക്ക് എല്ലാവരും സപ്പോർട്ട് തരാനും നമ്മളിവിടെ റെഡിയാണെന്ന്. അപ്പൊ നിങ്ങളെ ആക്ടിവേഷൻ ചെയ്തില്ല, എന്നിട്ട് നിങ്ങളെ ലീഡർ നിങ്ങൾക്ക് ഒരു സൈഡിൽ സപ്പോർട്ട് തരുന്നുണ്ടെങ്കിൽ അതിന്റെ ക്യാഷ് നിങ്ങൾക്ക് ഒരു ഭാഗത്ത് കയറി കിടക്കും. നിങ്ങൾ അതിനുശേഷം നിങ്ങളെ സൈറ്റ് ആക്ടിവേഷൻ ചെയ്തു, എന്നിട്ട് നിങ്ങൾ ബിസിനസ് നിങ്ങൾ ഓപ്പോസിറ്റ് സൈഡിൽ കൊണ്ടുവന്നാൽ, ലീഡർ സപ്പോർട്ട് ചെയ്യാത്ത ഓപ്പോസിറ്റ് സൈഡിൽ കൊണ്ടുവന്നാൽ ബൈനറി നിങ്ങൾക്ക് കിട്ടൂലേ? നിങ്ങൾ ആലോചിച്ച് നോക്കി.
അപ്പൊ നിങ്ങൾ ആക്ടിവേഷൻ ചെയ്യാതിരിക്കണ്ട, പെട്ടെന്ന് ആക്ടിവേഷൻ ചെയ്യൂ. ഐഡി അടിച്ച് പിന്നെ എങ്ങനെ ഇട്ടുന്നില്ല? നിങ്ങൾ എന്തിനാ അമാന്തിച്ച് നിൽക്കുന്നത്? കുറെ ആളുകളെ ഇന്നും ഞാൻ നിങ്ങൾക്കറിയാം, എത്രയോ ആളുകളെ ഞാൻ കമ്മ്യൂണിറ്റി ഗ്രൂപ്പിൽ ആഡ് ചെയ്തിട്ടുണ്ട്, നിങ്ങൾ കണ്ടിരിക്കും ഇല്ലേ? ഇത് കണക്ഷൻ നിന്റെ കഴിഞ്ഞിട്ടില്ല, ലോഡ് കണക്കിന് കണക്ഷൻ ഉണ്ട് എനിക്ക് എന്റെ കണക്ഷനിൽ എത്തിപ്പെടാൻ കഴിയൂല. അപ്പൊ ഞാൻ ഇന്നും പക്ഷെ എന്ത് ചെയ്യും, നമ്മളൊരു 10 ആള് ചിലപ്പോ ആഡ് ചെയ്താല് 2 ആളൊക്കെ ലെഫ്റ്റ് അടിച്ച് പോകും. എല്ലാരൊന്നും കോടീശ്വരന്മാരാവൂലല്ലോ. എല്ലാരും കോടീശ്വരന്മാരായാല് ഇവിടെ തെങ്ങുമ്പോ കയറാൻ ആള് വേണ്ടേ, ഇവിടെ പ്ലംബർ വേണ്ടേ, ഇലക്ട്രീഷ്യൻ വേണ്ടേ, ഡ്രൈവർ വേണ്ടേ, പിക്കും കളക്കാൻ ആള് വേണ്ടേ, തെങ്ങിന്റെ തടം തുറക്കാൻ ആള് വേണ്ടേ? ഇപ്പൊ ലീഡർ പിന്നെ വീട് കെട്ടുന്ന മുകളിലേക്ക്, ആ ബിൽഡിങ്ങിന് ആള് വേണ്ടേ, കെട്ടാന് ആള് പണിക്കാർ വേണ്ടേ? അപ്പൊ എല്ലാരും കോടീശ്വരന്മാരും ആവൂലെന്ന്. നിങ്ങൾക്ക് ആവണോ നിങ്ങൾ തീരുമാനിച്ചോളൂ. ഞാൻ എന്തായാലും ആവാൻ തീരുമാനിച്ചിട്ടില്ല. നിങ്ങൾക്ക് എന്റെ കൂടെ നിൽക്കണോ, എന്റെ കൂടെ നിൽക്കാം. ഞാൻ എന്റെ കാര്യം എപ്പോഴും തുറന്ന് പറയും. എനിക്ക് അപെക്സിലൂടെ നല്ലൊരു ഗോൾ സെറ്റ് ചെയ്ത് എനിക്ക് അച്ചീവ് ചെയ്യണം. അതിന് അശ്രാന്ത പരിശ്രമം ഞാൻ നടത്തുക. അതിനു വേണ്ടിയാണ് ഞാൻ ഈ മീറ്റിംഗ് ഒക്കെ കണ്ടക്ട് ചെയ്യുന്നത്. ഞാനും ലീഡറും ആര് പ്ലാൻ പറയാൻ വന്നില്ലെങ്കിലും ഇവിടെ ലീഡർമാര് നജാബ് സാറും റഷീദ് മാഷും ഇത് കൊട്ടിക്കൊണ്ടേയിരിക്കും. നിങ്ങൾ ആര് ട്രോൾ ചെയ്തിട്ടും കാര്യമില്ല, കളിയാക്കിയിട്ടും കാര്യമില്ല. നമ്മളെ ആൺകുട്ടികളെ മാതിരി പൈസ ഇങ്ങനെ വാങ്ങും അപെക്സിന്ന്. നിങ്ങൾക്ക് അത് നോക്കി ഇങ്ങനെ ഇരിക്കുക. നിങ്ങൾക്ക് അതുപോലെ വേണോ? നിങ്ങൾ വരി, പ്ലാൻ പ്രസന്റേഷൻ ചെയ്യാൻ വരി. നമ്മൾ ഇത്ര ദിവസങ്ങൾക്ക് ഇതൊക്കെ കാര്യങ്ങൾ പറഞ്ഞു തന്നില്ലേ? അത് യൂട്യൂബിൽ അവൈലബിൾ ഇല്ലേ? അതൊന്ന് 1 or 2 തവണ കേട്ട് നോക്കിക്കൂടെ? ഒരു MC ചെയ്യാൻ മുന്നോട്ട് വരൂ. ഒരു പ്ലാൻ ഇത് പറഞ്ഞ് പഠിക്കല് ചെയ്യുക. തെറ്റിക്കോട്ടെ, ആരാ ഇവിടെ ആദ്യം തന്നെ ശരി പറയുന്നവര്? കുറെ തെറ്റുകൾ പറയുമ്പോൾ കുറച്ച് ശരികൾ ഉണ്ടാവും. അപ്പൊ നിങ്ങൾ പ്ലാൻ പ്രസന്റേഷൻ ചെയ്യാന് വരണം, മുന്നോട്ട് വരണം. പക്ഷെ നമ്മൾ എന്ത് ചെയ്യണം, ചെറിയൊരു പ്രിപ്പറേഷനൊക്കെ നമ്മൾ നടത്തണം. ഞാൻ എപ്പോഴും ക്ലാസ് എടുക്കാൻ വരുമ്പോൾ ഒരു പ്രിപ്പറേഷൻ ഞാൻ നടത്തിയിട്ടില്ലെങ്കിൽ ഞാൻ ക്ലാസ് എടുക്കാൻ വരില്ല. ഞാൻ എൻ്റെ വായിൽ കിട്ടുന്ന എന്തെങ്കിലും വിളിച്ചു പറഞ്ഞ ആളല്ല. അത് ഏത് ബിസിനസ് ആണെങ്കിലും ഞാൻ ആ ബിസിനസ്സിനെ പഠിക്കും. എന്നിട്ട് പഠിച്ചാൽ ഞാനൊരു 1.5 ചെയ്യും. അത് എൻ്റെ ഗോളാണ്. എൻ്റെ ഗോള് ചെയ്യുമ്പോ എൻ്റെ ഭാര്യക്ക് ഇഷ്ടപ്പെട്ടോണമെന്നില്ല, എൻ്റെ മക്കൾക്ക് ഇഷ്ടപ്പെട്ടോന്ന്, എൻ്റെ ഫ്രണ്ട്സിന് ഇഷ്ടപ്പെട്ടോന്നില്ല. പക്ഷെ എൻ്റെ ഗോൾ അച്ചീവ് ചെയ്യാൻ അവരുണ്ടാവില്ലല്ലോ. എല്ലാരും മുഖവും നന്നാക്കിയിട്ട് ഇവിടെ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? നിങ്ങൾ ആലോചിച്ച് നോക്കിയേ. കുറെ ആളുകൾ കളിയാക്കും, കുറെ ആളുകൾ നമ്മളെ പരിഹസിക്കും, കുറെ ആളുകൾ നമ്മൾ ട്രോൾ ചെയ്യും, ഒക്കെ ചെയ്യാൻ ആയിക്കോട്ടെ. അതപ്പോ അവരെ പണിയാണ്. നമ്മളെ പണി നമ്മൾ ചെയ്ത് മുന്നോട്ട് പോവുക. നിങ്ങൾക്ക് 1 CR ഉണ്ടാക്കാൻ എത്ര എളുപ്പമാണ്. നിങ്ങൾ 2 ലക്ഷം വാങ്ങാൻ തീരുമാനിച്ചു നോക്കിയേ. 5 മാസം 10 മാസം കൊണ്ടൊക്കെ വാങ്ങിക്കൂടെ? ഈ ഏറ്റവും സിമ്പിള് ഒരു 10,000 ഉണ്ടാക്കാൻ തീരുമാനിച്ചു നോക്കിയേ. ഇപ്പോഴും എൻ്റെ ടീമിൽ കുറെ ആളുകൾ ഐഡി അടിച്ചിട്ട് ആക്ടിവേറ്റ് ചെയ്യാത്തവരുണ്ട്. നിങ്ങൾ ആരെ കാത്തിരിക്കുന്നത്? എനിക്കറിയില്ല. ഞാൻ സപ്പോർട്ട് തരായിട്ടാണ് നിങ്ങൾക്ക് അങ്ങനെ പറയാം. സപ്പോർട്ട് തരാത്ത മാഷെ നമ്മൾ വർക്ക് ചെയ്യാത്തത് അല്ല, ഉണ്ട്. എല്ലാവർക്കും സപ്പോർട്ട് ഉണ്ട്. നിങ്ങൾ ഐഡി ആക്ടിവേറ്റ് ചെയ്യൂ. ഒരു ദിവസം വൈകിയാൽ $1 നിങ്ങൾക്ക് പോവില്ലേ? അല്ലെങ്കിൽ $1/2 പോവില്ലേ? പെട്ടെന്ന് ചെയ്തോളൂ. ഇനി 225 ദിവസം ചെയ്തവർക്ക്, കഴിഞ്ഞ മാസം മുതൽ 10-ാം തീയതി മുതൽ ഇപ്പൊ ചെയ്യുന്നവർക്ക് 225 ദിവസം. നിങ്ങൾ 365 ദിവസത്തിലേക്ക് പോണോ? അതിന് ഫേസ് 2 ഒരു $200 ചെയ്താൽ പോരെ? ഫേസ് 2 ഒന്ന് ചെയ്താൽ പോരെ? അവിടെ ബേണിംഗ് ഉണ്ട്, കത്തിച്ച് കളയുന്നുണ്ട്. കുറച്ച് നഷ്ടം വരും. നഷ്ടം പറ്റിയാൽ കുഴപ്പമില്ല. അവിടെ നമുക്ക് ഫേസ് 2 ഡെയിലി അവിടെ ശനി ഞായറുന്ന അവധിയില്ല. നല്ല ശതമാനത്തിൽ പ്രോഫിറ്റ് ആണ് കിട്ടുന്നത്. അപ്പൊ 225 ദിവസം ഇപ്പൊ കിട്ടിക്കൊണ്ടിരിക്കുന്നവര് നിങ്ങൾക്ക് 365 പോണോ? ഇവിടെ അവസരം ഉണ്ടെന്ന്. അപെക്സ് അതൊക്കെ തന്നിട്ടില്ല നമുക്ക്. അപ്പൊ നമ്മൾ അതൊന്ന് മനസ്സിലാക്കിയിട്ട് ഈ കാര്യങ്ങൾ ചെറിയ രീതിയിൽ സ്റ്റാർട്ട് ചെയ്യ്. പെർഫെക്റ്റ് ആയിട്ട്. ഇന്നലെ സാറ് പറഞ്ഞു അതല്ലേ? അപ്പൊ ഞാനവിടെ മെസ്സേജ് കൊടുത്തു. പെർഫെക്റ്റ് എന്ന സംഗതി ഇല്ല. ചില ആൾക്കാർ ഞാൻ പെർഫെക്റ്റ് ഞാൻ ചെയ്യുകയാണെങ്കിൽ പെർഫെക്റ്റ് ആയിട്ട് ചെയ്യും. എന്ത് പെർഫെക്റ്റ് പറഞ്ഞാല്? അങ്ങനെ സംഗതി ഇല്ല. നമ്മൾ അങ്ങനെ സ്റ്റാർട്ട് ചെയ്യുക, പിന്നെ പെർഫെക്റ്റ് ആക്കി എടുക്കല.
ഞാൻ ഈ ബിസിനസ് വന്നപ്പം 100 ആളുകളെ കൊണ്ടുവരും എനിക്ക് അറിയില്ലായിരുന്നു. സത്യം പറയാം, ഞാൻ ഈ സമയത്ത് 100 ആൾക്കാരെ കൊണ്ടുവന്ന് എനിക്ക് തന്നെ അറിയില്ല. ഞാൻ എൻ്റെ വോയിസും മെസ്സേജും ടെക്സ്റ്റൊക്കെ കൊടുക്കും. ഒരാളെ പോലും ഞാൻ നേരിൽ പോയി കണ്ടിട്ടുമില്ല. ഒക്കെ സോഷ്യൽ മീഡിയ വഴിയാണ് ഞാൻ എല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഞാൻ ടെക്സ്റ്റ് മെസ്സേജ് കൊടുക്കും, വീഡിയോ ചെയ്യും, യൂട്യൂബ് ചെയ്യും, ഇതൊക്കെ ചെയ്തുകൊണ്ട് സ്ക്രീൻ വീഡിയോ എൻ്റെ മെയിൻ പരിപാടി അതാ. ഞാൻ അങ്ങോട്ട് ബോധ്യപ്പെടുത്തി കൊടുക്കുകയാണ്. അപ്പൊ ഇവിടെ പല ടെക്നിക്കും ഞാൻ അങ്ങോട്ട് പറയാറുണ്ട്. ലോകത്ത് പല ആളുകളും വിജയിച്ചു. ഞാൻ എപ്പോഴും പറഞ്ഞ ടോക്കാ. എന്താ പറയാ, ലോകത്ത് പല ആളുകളും കോടീശ്വരന്മാരായിക്കണെങ്കിൽ അവരൊക്കെ ചെയ്ത ഒരു കാര്യമാണ്. പക്ഷെ അവരൊക്കെ എന്ത് ചെയ്തു? വ്യത്യസ്ത രീതിയിൽ ചെയ്തു. ഞാൻ നജാബ് സാറിനെ പോലെയല്ല, ഞാൻ ജോൺ തോമസിനെ പോലെയല്ല, ഞാന് പിന്നെ വിശ്വകുമാർ സാറിനെ പോലെയല്ല, ഞാൻ ഗുരീഷ് കുമാറിനെ പോലെയല്ല, ഞാൻ ബിനു സാറെ പോലെയല്ല, റഷീദ് അലി മാസ്റ്റർ വേറെ അല്ല. വരാം, ഞാൻ ഡിഫറൻറ്റാ. ചില ആളുകൾ എന്നെ പറ്റി അങ്ങനെ പറയാറുണ്ട്. അത് നിങ്ങൾ കരുതിയ ആളല്ല കേട്ടോ, അത് ആ ആള് വേറെ ലെവലാണ്. അതിനെ പറ്റി അറിയുന്നോണ്ടാണ്. ഞാൻ നിങ്ങളെ പോലെയല്ല, ഞാൻ തന്നെ ഉള്ളൂ. അപ്പൊ നിങ്ങൾ ഡിഫറൻ്റ് ആവണോ? നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങൾ. ഞാൻ എൻ്റെ ഐഡിയാസുകളൊന്നും എല്ലാരോടും പറയില്ല. ഞാൻ എൻ്റെ ടീമിലും എൻ്റെ ഗ്രൂപ്പിലുമാണ് എൻ്റെ ഐഡിയാസുകൾ കൊടുക്കുക. എന്താണ് ഇത്? ടീം വർക്കാണ്. പ്രോഗ്രാമിൽ എല്ലാവർക്കും പങ്കെടുക്കാം. ഇങ്ങനത്തെ പൊതു പ്രോഗ്രാമിൽ നമ്മൾ ടിപ്സുകളും ഐഡിയാസുകളും ഒക്കെ പറയോ? ഇല്ല. അവിടെ പൊതു കാര്യങ്ങൾ പറഞ്ഞിട്ട് നമ്മൾ പോവുക. നമ്മളെ കൂടെ അസോസിയേറ്റ് ചെയ്താൽ എങ്ങനെയാണ് നിങ്ങൾ ഒരാളെ ബന്ധപ്പെട്ടത്, അയാൾക്ക് എങ്ങനെ മെസ്സേജ് അയക്കേണ്ടത്, അയാൾക്ക് ഇന്ന വോയിസാണ് അയക്കേണ്ടത്, ഇങ്ങനെ നമ്മൾ ഓരോ ടിപ്സുകൾ നമ്മൾ പറഞ്ഞു കൊടുക്കും നമ്മളെ ഗ്രൂപ്പില്. അത് എൻ്റെ കൂടെ ജോയിൻ ചെയ്ത ആളുകൾ അല്ലെങ്കിൽ എൻ്റെ കൂടെ ആക്ടിവേഷൻ ചെയ്ത ആളുകൾക്ക് എനിക്ക് സെപ്പറേറ്റ് ഗ്രൂപ്പ് ഉണ്ട്. അപെക്സ് ടോക്കൺ സക്സസ് ഗ്രൂപ്പ് എന്നാണ് പേര്. ആ ഗ്രൂപ്പിന്റെ പേര്. അതില് കമ്മ്യൂണിറ്റി ഗ്രൂപ്പിലുള്ളത് പോലെ എല്ലാ ചറപ്പറ ആളും ഉണ്ടാവില്ല. അത് എൻ്റെ കൂടെ ഐഡിയ അടിച്ച് ആക്ടിവേഷൻ ചെയ്തവരെ ഞാൻ അതിൽ ആഡ് ചെയ്യുള്ളൂ. അതിൽ അപെക്സുമായി ബന്ധമില്ലാത്ത എന്തെങ്കിലും മെസ്സേജ് ആരെങ്കിലും പോസ്റ്റ് ചെയ്താൽ ഞാൻ അപ്പം അവനെ അങ്ങ് ഡിലീറ്റ് ചെയ്യും, അവനെ റിമൂവ് ചെയ്യും. അത് ഞാൻ മുമ്പേ പറഞ്ഞിട്ടുണ്ട്. ഈ ഗ്രൂപ്പ് അപെക്സിന്റെ ബിസിനസ് പറയാനുള്ള ഗ്രൂപ്പാണ്. ഇവിടെ നിങ്ങൾ വേറെ ബിസിനസ് ചിലപ്പോൾ ചെയ്യുന്നുണ്ടാവാം, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും നിങ്ങളെ കയ്യിൽ കിട്ടിയിരിക്കാം. പക്ഷെ അത് നിങ്ങൾക്ക് പേഴ്സണലി ആളുകൾക്ക് കൊടുക്കാം. പക്ഷെ ഗ്രൂപ്പിൽ ഒരിക്കലും പോസ്റ്റ് ചെയ്യാൻ സംഭവിക്കൂല. അത് ആരെങ്കിലും ഗ്രൂപ്പിൽ പോസ്റ്റ് ചെയ്താൽ ഞാൻ സ്പോട്ടിൽ റിമൂവ് ചെയ്യും. അതുപോലെ ആർഗ്യുമെന്റ് ഞാൻ ഗ്രൂപ്പ് സംഭവിക്കൂല. ഗ്രൂപ്പിൽ തർക്കമില്ല. ഒരു പബ്ലിക് ഗ്രൂപ്പിൽ എന്തില്ല? തർക്കമില്ല. നമ്മളെ ലീഡറെ എപ്പോഴും ശാസിക്കും, നമ്മൾ ദേഷ്യപ്പെടും. എന്തിനാണ്? നമ്മളെ ഉയർച്ചയ്ക്ക് വേണ്ടിയാ. നമ്മൾ സ്കൂളിൽ പഠിച്ചപ്പോ, മദ്രസയിൽ പഠിച്ചപ്പോക്കെ നമ്മൾ അധ്യാപകർ നമ്മളെ ശാസിച്ചു, അല്ലെ? തല്ലി, അല്ലെ? മാതാപിതാക്കൾ തല്ലി. ഉമ്മ ചിലപ്പോ എന്താ പറയും, അന്നെ അടിച്ച് കൊല്ലുന്ന അറിയില്ലേ, അന്നെ ശരിയാക്കൂടാന്നൊക്കെ പറയും വാപ്പ ചിലപ്പം. അതെന്തിനാ? എന്താണ് ശരിയാക്കുന്ന പറഞ്ഞാല് നമ്മൾ തല്ലിക്കൊല്ലുന്ന പറഞ്ഞത്? അല്ല, അതൊരു പ്രയോഗ അല്ലേ? നമ്മൾ ഭയപ്പെട്ട് പേടിപ്പിക്കുകയാണ്. എന്നതുപോലെ ഒരു ഗ്രൂപ്പില് ലീഡർ ചിലപ്പോൾ നമ്മൾ മീറ്റിംഗ് പങ്കെടുക്കുന്നില്ല, വോയിസ് കേൾക്കുന്നില്ല, ടെക്സ്റ്റ് മെസ്സേജ് കാണുന്നില്ല. ഇതൊക്കെ കാണാതിരുന്നാൽ എന്നെ പോലെ ലീഡർ എന്ത് ചെയ്യും? ചിലപ്പോൾ ഗ്രൂപ്പിൽ ഒന്ന് ദേഷ്യപ്പെടും, ചീത്ത അറിയും. അങ്ങനെ ഒരാള് വേണം, നമുക്കൊരു നാദം വേണം. അതിൽ ഏറ്റവും ബെറ്റർ ആയ ഒരാളുടെ ടീമിൽ. അതായത് കോഴിക്കോടുള്ള ബൈജു സാറ്. ഞാൻ ചിലപ്പോഴൊക്കെ ദേഷ്യപ്പെടും. നിങ്ങളങ്ങനെ പറയണം, എന്നോട് പറയാ, നിങ്ങൾ ദേഷ്യപ്പെട്ടോളി, നിങ്ങൾ നമ്മളെ മാഷാണ്, നിങ്ങൾ നമ്മളെ ഉസ്താദ് അറിയും. മൂപ്പര് ഒരു കുഴപ്പം, നല്ലൊരു മനുഷ്യനാണ്, നല്ലൊരു സ്വഭാവമുള്ള മനുഷ്യനാണ് ബൈജു സാറ്. അപ്പൊ അത് നിങ്ങൾ മനസ്സിലാക്കുക. നമ്മളെ ചിലപ്പം ചില ആളുകൾ ദേഷ്യപ്പെടും, ശാസിക്കും. പൊതു ഗ്രൂപ്പിൽ വന്ന് നിങ്ങൾ ആരും തർക്കിക്കരുത്. എന്തറിയോ? അത് ആ ഗ്രൂപ്പിൽ ബിസിനസ് ചെയ്യുന്നവർക്ക് ഡിസ്റ്റർബ് ഉണ്ടാക്കും. അവർക്കൊരു ടെൻഷൻ ഉണ്ടാവും. ഇതെന്താ ഇവിടെ അങ്ങനെ അല്ല. അങ്ങനെ തർക്കിക്കണമെങ്കിൽ പേഴ്സണലി തർക്കിക്കുക, കുഴപ്പമൊന്നുമില്ല. ചില ആൾക്കാർക്ക് ബോധ്യപ്പെട്ടു, ചില കാര്യങ്ങൾ പറഞ്ഞാലേ ബോധ്യപ്പെടില്ല. അങ്ങനെ ബോധ്യപ്പെടാൻ വേണ്ടി ഗ്രൂപ്പിൽ വന്ന് ഡയലോഗ് അല്ല, പേഴ്സണലി ഡയലോഗാണ്. ഓക്കെ. അപ്പൊ നിങ്ങൾ അപെക്സ് വളരെ സിമ്പിൾ ആണ്. നിങ്ങൾ ഇത് അടക്കി പിടിച്ചിരിക്കരുത് എന്നാ ഞാൻ പറയണേ. നിങ്ങൾ എത്ര ആൾക്ക് വർക്ക് ചെയ്യുന്നുണ്ട്? നിങ്ങൾ നോക്കി, നിങ്ങൾ ഈ ബിസിനസ് എത്ര ആൾക്കാരെ കൊണ്ടുവന്നു? 1 മാസമായവര്, 2 മാസമായവര്, 3 മാസമായവരൊക്കെ അല്ലേ? നിങ്ങൾ എന്ത് ചെയ്യണത്? എനിക്കറിയില്ല.
നിങ്ങൾ ബിസിനസ് മറ്റുള്ളവരോട് പേടിക്കല്ലേ. മുമ്പത്തെ ബിസിനസ്സിൽ നമ്മളെപ്പം ഫ്രീസ് ആക്കും, അവിടെ ചില പ്രോബ്ലംസ് ഉണ്ടാവും. അതിങ്ങനെ പറഞ്ഞിരുന്ന ആ പ്രോബ്ലംസ് മാറുമോ? ആ പ്രോബ്ലംസിന്റെ ആളുകളെ തന്നെയാണ് ഞാനും ഈ ബിസിനസ്സിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നത്. നിങ്ങൾ നോക്കിയ വിശ്വകുമാർ സാർ ബാംഗ്ലൂരിനാണ് പങ്കെടുക്കുന്നത്. എന്റെ കൂടെ ഐഡിയ വെച്ചൊരു വളരെ കോടീശ്വരനായ സാധു മനുഷ്യനാണ്. അത് നല്ല കോടീശ്വരനെ. പക്ഷെ ഇപ്പൊ അയാള് എന്നെ പോലെ പാവപ്പെട്ടതായിട്ടുണ്ട്. ഒരു കുഴപ്പമില്ല, രക്ഷപ്പെടാൻ അവസരം ഞാൻ കൊടുത്തിട്ടുണ്ട്. എന്നോട് പല കാര്യങ്ങളും ചോദിച്ചു വരാറുണ്ട്. സംശയങ്ങളൊക്കെ ഞാൻ ഒക്കെ പറഞ്ഞു കൊടുക്കും. നിങ്ങൾ മനസ്സിലാക്കിയ ഈ പ്രായത്തിലും ചെയ്യണം എന്നൊരാഗ്രഹം ഉള്ളിൻ്റെ ഉള്ളിലില്ലേ? അയാൾക്ക് ഞാൻ പറഞ്ഞു ഒന്നും നഷ്ടപ്പെട്ടിട്ടില്ല. നമ്മൾ താൽക്കാലികമായ ക്രൈസിസ് ഉണ്ട്, അത് ജീവിതത്തിൽ ഉണ്ടാവുന്ന ഒരു കയറ്റുണ്ടെങ്കിൽ ഒരു ഇറക്കം ഉണ്ടാവും. നിർത്തുന്നു. അപ്പൊ നമ്മളൊരു കയറ്റുണ്ടാവും, ഇറക്കം ഉണ്ടാവും. അപ്പൊ അത് മനസ്സിലാക്കിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യാ, ബിസിനസ് അങ്ങ് കൊടുത്തൂടി. ഓനെന്ത് വിചാരിക്കും, മറ്റോനെന്ത് കരുതും, ഇവിടെ ആരും ഒന്നും വിചാരിക്കൂല. നിങ്ങളെ വിചാരിച്ച് നടക്കുന്ന പണിയല്ലേ അയാൾക്കുള്ളത്. ചില ആൾക്കാർ ഓനെന്താ പറ്റി വിചാരിക്കപ്പോ, ഞാൻ ഇതിന് മുമ്പ് ഒരു ബിസിനസ് അതിപ്പോ ലോക്കായില്ലേ, ഇനിയിപ്പോ ഈ ബിസിനസ് പോയാൽ ഓനെന്താ കരുതുക? ഓനൊന്നും കരുതൂല. നിങ്ങളെ കരുതി നടക്കുന്ന പണിയല്ലേ ഓനും കരുതുക നിങ്ങളെ പറ്റി അങ്ങനെയാണ്, നിങ്ങളും കരുതും ഓനെ പറ്റി അങ്ങനെ. ഒന്നും ഉണ്ടാവില്ല. അപ്പൊ നിങ്ങൾ ബിസിനസ് മനസ്സിലാക്കുക, പഠിക്കുക, വീണ്ടും വീണ്ടും കേൾക്കുക. എന്താ ക്രിപ്റ്റോ, വലിയ ലോകത്തെ കുറിച്ച് പഠിക്കുക, മനസ്സിലാക്കുക, മറ്റുള്ളവർക്ക് കൊടുക്കുക. എന്നാൽ നമുക്കൊക്കെ വലിയ ടീമുമായി മുന്നേറി എല്ലാവർക്കും വിജയിക്കാം. നിങ്ങൾ നോക്കിയേ, നമ്മുടെ ടീമിൽ എല്ലാവർക്കും ക്യാഷ് ഉണ്ടാവണം, എല്ലാവർക്കും നല്ല അടിപൊളി കാർ ഉണ്ടാവണം, എല്ലാവർക്കും നല്ല വീടുണ്ടാവണം. അങ്ങനെ എല്ലാവർക്കും സന്തോഷം ഉണ്ടായി. നിങ്ങൾ ആലോചിച്ച് നോക്കിയേ. ഒരാൾക്ക് മാത്രം ഉണ്ടായ പോരാന്ന്, എല്ലാവർക്കും വേണം, അപ്പോഴേ സന്തോഷമുള്ളൂ. അതിന് നിങ്ങൾക്ക് വലിയ മനസ്സ് വേണം എന്ന് ഞാൻ പറയാം. അപ്പൊ വലിയ മനസ്സോടുകൂടി കാര്യങ്ങൾ പഠിച്ച് മനസ്സിലാക്കി ഹെൽപ്പ് ചെയ്ത് നമ്മൾ ഒരാളെ ഹെൽപ്പ് ചെയ്താൽ അയാൾ നമ്മളെ തിരിച്ച് ഹെൽപ്പ് ചെയ്ത് ആരും കരുതണ്ട. പക്ഷെ നമ്മളെ ഹെൽപ്പ് ചെയ്യാൻ ദൈവം വേറെ ആളെ തരും. അങ്ങനെ നമ്മൾ കഴിയുന്ന ഹെൽപ്പുകളൊക്കെ എല്ലാവർക്കും ചെയ്തു കൊടുത്ത് നമ്മൾ മുന്നേറുക. നമ്മൾ ദൈവം തീർച്ചയായിട്ടും, ദൈവത്തിന്റെ കൃപ, ഒരു അനുഗ്രഹം നമുക്ക് തീർച്ചയായിട്ടും ഉണ്ടാവും. പിന്നെ നമ്മൾ ചെയ്യുന്ന കാര്യം നമ്മൾ ചെയ്യുക, ബാക്കി നമ്മൾ ദൈവത്തോട് പ്രാർത്ഥിക്കുക. പ്രാർത്ഥനക്ക് എപ്പോഴും വലിയ സ്ഥാനമുണ്ട് എന്ന് എല്ലാ മതങ്ങളും ഊന്നി പറഞ്ഞിട്ടുണ്ട് കേട്ടോ. നിങ്ങളൊക്കെ മനസ്സിലാക്കുക. അതുകൊണ്ട് നമ്മൾ ചെയ്യുന്ന കാര്യം ചെയ്യുക, നമ്മൾ പ്രാർത്ഥിക്കുക, നന്നായി പ്രാർത്ഥിക്കുക. ആരാണ് ഉള്ള ആൾ ദൈവമാണ്, അത് പടച്ച തമ്പുരാൻ നമുക്ക് തരും. അതുകൊണ്ട് നിങ്ങൾ അപെക്സിനെ കുറിച്ച്, ഇത് വലിയൊരു ബിസിനസ് ഓപ്പർച്യൂണിറ്റിയാണ്. ഇതിനെപ്പറ്റി പഠിക്കുക, മനസ്സിലാക്കുക. നാളെ നിങ്ങൾ എല്ലാവരും കോടീശ്വരികളായി മാറണം. നാളെ ഞാൻ റഷീദ് മാഷ ടീമിലുണ്ടേനി, ഞാൻ ജസാഫ് സാറെ ടീമിലുണ്ടേനി, ഞാൻ ജിനു സാറെ ടീമിലുണ്ട് എന്ന് പറഞ്ഞിട്ട് കാര്യം. നിങ്ങൾ എന്തെങ്കിലുമൊക്കെ ചെയ്യണം കേട്ടോ. നിങ്ങൾ ഇവിടുന്ന് മരിച്ചു പോകുമ്പോൾ നിങ്ങൾ ഇവിടെ ജീവിച്ചിരുന്നു എന്നതിനെ അടയാളപ്പെടുത്തി പോണം. ഇത് മാത്രം പറഞ്ഞ് ഞങ്ങളോട് അവസാനിപ്പിക്കാം. നിങ്ങൾക്കൊരു അവസരം നിങ്ങളെ കയ്യിൽ നമ്മൾ തന്നിട്ടുണ്ട്. നിങ്ങൾ നാളെ ഒരാളെ മുമ്പിൽ പോയി കൈ നീട്ടാൻ പാടില്ല. അങ്ങനെ ഒരാളെ മുമ്പിൽ കൈ നീട്ടാതെ നിങ്ങൾക്ക് ഈ ബിസിനസ് അവസരം തന്ന വ്യക്തിന്റെ കൈ നിങ്ങൾ ചേർത്ത് പിടിക്കാൻ നിങ്ങൾ തയ്യാറുണ്ടോ? നിങ്ങളെ എല്ലാ ഡ്രീംസുകളും ഗോളുകളും ഒക്കെ അച്ചീവ് ചെയ്യാൻ കഴിയും എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ തൽക്കാലം എന്റെ ടോക്ക് ഇവിടെ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം. ജയ് ഇന്ത്യ, ജയ് അപെക്സ്. റഷീദ് മാസ്റ്റർ മഞ്ചേരി. താങ്ക് യു സോ മച്ച് മാസ്റ്റർ ജി, ഗുരുജി. താങ്ക് യു. ഞാൻ മാഷോട് കുറെ നേരമായിട്ട് നമ്മളെ സമയം ഓർമ്മിപ്പിക്കുകയാണ്. കാരണം 1 മണിക്കൂറിന് മേലെ പോയി. കാരണം എനിക്ക് നിർബന്ധമുണ്ട് പോകാൻ. കാരണം വെച്ചാൽ എനിക്ക് എന്റെ പെങ്ങളുടെ ഹോസ്പിറ്റലിൽ വെയിറ്റ് ചെയ്യുന്നുണ്ട്, അവളെ പിക്ക് ചെയ്യാൻ പോകണം. അതുകൊണ്ടാണ് ഞാൻ 8:30 ഇറങ്ങാന്ന് വിചാരിച്ചായിരുന്നു. അപ്പൊ മാഷാണെങ്കിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക, കത്തി അമർന്ന് ബ്ലാസ്റ്റ് ആയിക്കൊണ്ടിരിക്കുക. ഓക്കെ, അപ്പൊ അതിലേക്കൊന്നും കൂടുതൽ കിടക്കുന്നില്ല. ഏതായാലും നമുക്ക് എത്രയും പെട്ടെന്ന് വൈൻഡപ്പ് ചെയ്യാം. തീർച്ചയായിട്ടും മാഷ് നമുക്ക് എല്ലാ കാര്യങ്ങളും വ്യക്തമായിട്ട് പറഞ്ഞു തന്നു. പുതിയ പുതിയ അറിവുകൾ എനിക്ക് പോലും കിട്ടിയെന്ന് പറയാം. കാരണം അതാണ് മാഷ് എവിടെ നിന്നൊക്കെ അറിവുകൾ സമ്പാദിച്ച് നമുക്ക് ഒരു അധ്യാപന സ്ഥിതിയിൽ ഒരു അധ്യാപകൻ എങ്ങനെ ക്ലാസ് എടുത്തു തരുന്ന ആ രീതിയിൽ നമുക്ക് പറഞ്ഞു തരും. അപ്പൊ ആ രീതിയിൽ നമ്മൾ എന്ത് ചെയ്യുക, ക്യാച്ച് ചെയ്യുക. സാധാരണ മാഷ് പറഞ്ഞ് ബുക്കിൽ എഴുതി വെക്കുന്നതാണ്, പക്ഷെ ഞാൻ അത് ബുക്കിൽ എഴുതാറില്ല, അതിന്റെ ഒരു സിസ്റ്റം. പക്ഷെ ഞാൻ എൻ്റെ മൈൻഡിൽ ഞാൻ സെറ്റ് ചെയ്യും. ഏതൊരു കാര്യം പറഞ്ഞിട്ടുണ്ടെങ്കിലും അതവിടെ ക്യാച്ച് ചെയ്ത് അവിടെ മെമ്മറിയിൽ അവിടെ കോറിയിടും. സാധാരണ അങ്ങനെയാണ്. എന്ത് കേട്ടാലും അത് കേട്ട തന്നെ വീണ്ടും വീണ്ടും കേട്ടുകൊണ്ടിരിക്കും. ആ ഒരു കേൾവിയിൽ ഇവിടെ മൈൻഡിൽ സെറ്റ് ചെയ്യും.
ഓക്കെ. പിന്നെ നമ്മളെല്ലാവരും നമ്മളൊരു ബിസിനസ് ഏറ്റെടുത്ത് കഴിഞ്ഞാൽ എൻ്റെ ഒരു റിക്വസ്റ്റ് ആണ്, ബിസിനസ് ഏറ്റെടുത്ത് കഴിഞ്ഞാൽ മാഷ് പറഞ്ഞ പോലെ നമ്മൾ അതിലേക്ക് ഡെഡിക്കേറ്റ് ആവാം. ഡെഡിക്കേറ്റ് ആവുമ്പോഴാണ് നമ്മൾ ഓട്ടോമാറ്റിക്കലി നമ്മളറിയാതെ ഇതിലിങ്ങനെ ആഴ്ന്നു പോകും. സ്വാഭാവികമാണ്. കാരണം ഞാൻ രാവിലെ എഴുന്നേറ്റ അധികം നോക്കിയാൽ ഇപ്പം അപ്പെക്സിന്റെ ഐഡിയ ആണ്. അങ്ങനെ നമ്മൾ ശീലിച്ചു പോകും. ആ ശീലം നമ്മളിലേക്ക് വരുമാനമായി മാറും, നമ്മൾ അറിയാതെ വരുമാനമായി മാറും. അപ്പൊ തീർച്ചയായിട്ടും എല്ലാവർക്കും നല്ലൊരു വിജയം ഉണ്ടാവട്ടെ. അതിന്റെ കൂടെ തന്നെ നാളെയാണ് നമ്മുടെ ലാസ്റ്റ് ഡേറ്റ് നമ്മുടെ മൈസൂർ അച്ചീവ്മെന്റ്സിന്റെ. മൈസൂരിൽ പോകാൻ അച്ചീവ്മെന്റ് ആയ ആളുകളൊക്കെ എൻ്റെ പേഴ്സണൽ ഒന്ന് കോൺടാക്ട് ചെയ്യുക. നമുക്കൊരു ലിസ്റ്റ് ഇട്ടിട്ട് നമ്മളെ ടീമിൽ എങ്ങനെ നമ്മൾ ട്രാവൽ ചെയ്യണമെന്നൊന്ന് പ്ലാൻ ചെയ്യണം. നമ്മളെല്ലാവരും കൂടി ഒരുമിച്ച് ബസ്സിന് പോകാനാണെങ്കിലും എങ്ങനെ പോകാനാണെങ്കിലും, ഇപ്പോൾ മാഷ് വണ്ടി എടുത്ത് പോകണ്ടാവും, ചിലപ്പോൾ ഞാൻ വണ്ടി എടുത്ത് പോകണ്ടാവും. അപ്പം നമുക്ക് എല്ലാവർക്കും ഒരു രീതിയിൽ ഒരു അഡ്ജസ്റ്റ്മെന്റിൽ ഒരു ടൂർ, ഒരു പിക്നിക് പോലെ രാവിലെ 6 മണിക്ക് ഇവിടുന്ന് വിട്ട് കഴിഞ്ഞാൽ ഒരു ഉച്ചയ്ക്ക് അവിടെ എത്തുന്ന രീതിയിലേക്ക് നമുക്ക് മാറ്റാൻ പറ്റും. നമ്മളെ ടീമിലെ എല്ലാ അംഗങ്ങളും ഒരു കോർഡിനേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നല്ലൊരു ഉഷാറായിട്ട് പോകാം. അപ്പൊ അത് ഞാൻ പ്രത്യേകം ഓർമ്മിപ്പിക്കുകയാണ്. കാരണം 23-നാണ് പ്രോഗ്രാം. നമ്മൾ 23-ന് അവിടെ ചെക്കിങ് ചെയ്ത് 24-ന് ചെക്കൗട്ടാണ്. അപ്പൊ അതിനുള്ള തയ്യാറെടുപ്പ് കൂടി പോവുക. ഒരു ദിവസം നമ്മളവിടെ സ്റ്റേ ഉണ്ട്. അതിനനുസരിച്ചുള്ള എല്ലാ നമ്മുടെ ആക്ടിവിറ്റീസും കാര്യങ്ങളെല്ലാം അവിടെ നമുക്ക് കമ്പനി അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരിക്കും. പിറ്റേന്നാൾ ഒരു ഗ്രേറ്റ് മോട്ടിവേഷൻ സ്പീക്കർ ആയിട്ടുള്ള ഗസാഖ് ബൻജാലിന്റെ സ്പീച്ച് ഉണ്ടെന്നാണ് അറിയാൻ കഴിഞ്ഞത്. ഏതായാലും അതിന്റെ കൂടുതൽ അറിവുകൾ നമുക്ക് പിന്നീട് ലഭിക്കും. അപ്പൊ നമ്മളെല്ലാവരും പോകാൻ തയ്യാറാണെങ്കിൽ നമ്മുടെ ടീമിൽ GRD അസോസിയേറ്റ്സിന്റെ എല്ലാ ടീം അംഗങ്ങൾക്കും നമ്മൾ ആരൊക്കെ പോകാനുണ്ടോ, ആരൊക്കെ പോകാൻ അച്ചീവ്മെന്റ്സ് നേടിയിട്ടുണ്ട്, ആരൊക്കെ പോകാൻ താല്പര്യപ്പെടുന്നവർ എല്ലാവരും എന്ത് ചെയ്യുക, എൻ്റെ പേഴ്സണൽ ഒന്ന് കോൺടാക്ട് ചെയ്യുക. താല്പര്യമുള്ളവർക്ക് നമുക്ക് മാക്സിമം നമ്മൾ സപ്പോർട്ട് ഉണ്ട്. ഇനി വരാത്തവരുടെ ഐഡികൾ ഉണ്ടാവും, നമ്മൾ ചെക്ക് ലിസ്റ്റ് ചെയ്തിട്ട് വരാത്ത ആരെങ്കിലും ID ഉണ്ടെങ്കിൽ അത് നമുക്ക് എന്ത് ചെയ്യുക, നമ്മളെ നല്ല ലീഡേഴ്സിന് വേണ്ടിയിട്ട് നമ്മൾ സപ്പോർട്ട് ചെയ്തിട്ട് നമ്മൾ അവരെ കൊണ്ടുപോവുക. അതേപോലെ ശ്രദ്ധിക്കുക, കമ്പനി പറയുന്നത് നിങ്ങൾ മൈസൂർ എത്തുക, മൈസൂരിൽ ഇന്ന ഹോട്ടലിൽ നിന്ന് പറയും, അതുകൊണ്ട് ലൊക്കേഷൻ തരും, ആ ലൊക്കേഷനിൽ നമ്മൾ എത്തുക. നിങ്ങൾ ഒരുമിച്ച് പോവുകയാണെങ്കിൽ ബസ്സിനാണോ കാറിനാണോ എങ്ങനെയാണെന്ന് വെച്ചാൽ നമുക്ക് ഒരുമിച്ച് പോകാം. ആരൊക്കെ വണ്ടി ഉണ്ടെന്ന് അറിയില്ല. എല്ലാവരും അങ്ങനെ ഒരുമിച്ച് പോകാനാണെങ്കിൽ നമുക്ക് ഒരുമിച്ച് പോകാം. 1, 2, 3 വണ്ടി നമ്മുടെ ലീഡേഴ്സിൻ്റെ അടുത്ത് ഉണ്ടെങ്കിൽ നമുക്ക് ഒരുമിച്ച് പോയിട്ട് അവിടെ റീച്ച് ചെയ്യാം. ഇല്ല, അത് ബസ്സിനാണ് പോകുന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് നമുക്ക് പ്ലാൻ ചെയ്യാം. ഓക്കെ. അപ്പൊ എല്ലാവരും എന്ത് ചെയ്യുക, പോകാൻ തയ്യാറെടുപ്പുള്ളവരൊക്കെ എന്നെ കോൺടാക്ട് ചെയ്യുക. നമുക്ക് പേഴ്സണലായിട്ട് ഒരു ചെറിയൊരു ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്യുക. അത് മൈസൂർ എത്തുന്നവരെ ആ മൈസൂർ പ്രോഗ്രാം കഴിഞ്ഞാൽ ആ ഗ്രൂപ്പ് പിരിച്ചുവിടുകയും ചെയ്യും. ഓക്കെ. അപ്പൊ എല്ലാവർക്കും ജീവിതത്തിൽ നല്ല വിജയങ്ങൾ, ഉയർന്ന വിജയങ്ങൾ അപ്പെക്സിലൂടെ ഉണ്ടാവട്ടെ എന്ന് ആത്മാർത്ഥയോടെ പ്രാർത്ഥിക്കുന്നു തമ്പുരാനോട്. എല്ലാവർക്കും നല്ലൊരു രാത്രി, ശുഭരാത്രി. Good night, everyone. Thank you so much.